എന്റെ പ്രിയ സുഹൃത്തുക്കളെ, വളരെ സ്നേഹത്തോടും യഥാർത്ഥ ഭക്തിയോടും കൂടി ഭഗവത്ഗീത വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഈ ലോകത്തിലെ ഏത് സ്ഥലത്തും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വസിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ നേരിട്ടുണ്ടാവും. കാരണം ഗീതയിലെ ഈ അമൂല്യമായ വചനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ വായിൽ നിന്ന് നേരിട്ട് വന്നതാണ്. ഈ വചനങ്ങളുടെ മഹിമ അത്രത്തോളം മഹത്തരവും വലുതുമായതുകൊണ്ട് തന്നെ അതിനെ വാക്കുകളിൽ ഒതുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടെന്റെ സുഹൃത്തുക്കളെ, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഇന്നത്തെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപായി നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ മനസ്സിൽ വളരെ ചെറിയ എന്നാൽ ആത്മാർത്ഥമായൊരു പ്രാർത്ഥന നടത്താം. അല്ലയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണ, ഇന്ന് അങ്ങയുടെ ഈ പവിത്രമായ വാക്കുകൾ കേൾക്കുന്ന ഏതു ഭക്തനായാലും അവനുമേൽ അങ്ങയുടെ കരുണയുടെയും അനുഗ്രഹത്തിന്റെയും മഴ എപ്പോഴും വർഷിക്കണമേ. അവന്റെ മനസ്സിന് അനന്തമായ സമാധാനം നൽകുകയും അവന്റെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ ദുഃഖങ്ങളും വേദനകളും എന്നേക്കുമായി അകറ്റുകയും ചെയ്യണമേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി യാതൊരു കാലതാമസവും കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിച്ച ജീവിതം ശരിയായ രീതിയിൽ ജീവിക്കാനുള്ള വളരെ മാന്ത്രികവും അത്ഭുതകരവുമായ ഈ യാത്രയിലേക്ക് നമുക്ക് മുന്നോട്ടു പോകാം. എന്റെ സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ഏകാന്തതയെ ഭയപ്പെടുന്നവരാണ്. എന്നാൽ സത്യം എന്താണെന്നാൽ ഏകാന്തത എന്നത് ഒരു ശിക്ഷയോ ശാപമോ അല്ല. ദൈവം നൽകിയ വളരെ വിലപ്പെട്ടൊരവസരമാണത്. പുറമേയുള്ള ഈ കാപട്യം നിറഞ്ഞ ലോകത്ത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനും എന്നേക്കുമായി നമ്മുടേതല്ലേ എന്ന് നമുക്ക് വളരെ ആഴത്തിൽ ബോധ്യപ്പെടുന്ന ജീവിതത്തിലെ ഒരു സമയമാണിത്. ജീവിതത്തിലെ ഈ വളരെ വലുതും കൈപ്പേറിയതുമായ സത്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് തികച്ചും വ്യക്തമാകും. ഈ ലോകത്ത് നമുക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ലെന്നും പകരം നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റണമെന്നും നമുക്ക് നന്നായി മനസ്സിലാകാൻ തുടങ്ങും. തനിച്ചു ജീവിക്കാൻ പഠിക്കുക എന്നതൊരു ഗതികേടല്ല, മറിച്ച് അത് ജീവിതം നയിക്കാനുള്ള വളരെ അത്യാവശ്യമായൊരു കലയാണ്. ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ഒരു കഴിവ് കൂടിയാണിത്. കാരണം ജീവിതം എന്നു പേരുള്ള ഈ യാത്ര അവസാനിക്കുമ്പോഴും അതിനുശേഷവും നാം നമ്മോടൊപ്പം മാത്രമേ കഴിയേണ്ടതുള്ളൂ. നമ്മുടെ സ്വന്തം ആത്മാവ്, നമ്മുടെ സ്വന്തം മനസ്സ് മാത്രമാണ് നമ്മുടെ ഏറ്റവും യഥാർത്ഥവും എക്കാലത്തെയും കൂട്ടുകാരൻ. ഇത്രയും വലുതും വിശാലവുമായ ഈ ലോകത്ത് ഓരോ മനുഷ്യനും അവൻ തന്റെ ജീവിതത്തിൽ എത്ര വലിയ വിജയങ്ങൾ നേടിയാലും, അവൻ എത്ര സുഹൃത്തുക്കൾ ഉണ്ടായാലും, അല്ലെങ്കിൽ ആളുകൾ അവനെ എത്രമാത്രം സ്നേഹിച്ചാലും, തന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഏകാന്തതയുടെ ആഴത്തിലുള്ള വേദന അവൻ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത്. ഒരു മനുഷ്യനും ഈ തോണലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഏകാന്തത വരുന്നത് നമുക്ക് ചുറ്റുമുള്ള ചില സാഹചര്യങ്ങൾ കാരണമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മെ എന്നേക്കുമായി വിട്ടുപിരിയുകയോ, അല്ലെങ്കിൽ നമ്മുടെ വീട് വിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരികയോ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും ആളുകളിൽ നിന്നും നാം പൂർണ്ണമായി ഒറ്റപ്പെടുകയോ ചെയ്യുകയാണെന്ന് കരുതുക. പുറമേയുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മെ ഏകാന്തതയുടെ വളരെ ആഴത്തിലുള്ളൊരു ചുഴിയിലേക്ക് തള്ളിവിടുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ചിലപ്പോൾ ഈ ഏകാന്തത നമ്മുടെ സ്വന്തം ഉള്ളിലേക്കുള്ള യാത്രയുടെ ഫലം കൂടിയാകാം. നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നതിനും, നമ്മുടെ സ്വന്തം യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്തുന്നതിനും, നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളുമായി ബന്ധപ്പെടുന്നതിനും ഇത് വളരെ വിലപ്പെട്ടൊരു വഴിയായി മാറുന്നു. പുറം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും മാറി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ ഈ ഏകാന്തത നമ്മുടെ സ്വന്തം ചിന്തകളെ മനസ്സിലാക്കാനുള്ള വളരെ വലിയൊരു അവസരമാണ് നൽകുന്നത്. സ്വന്തം ജീവിതത്തിൽ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുന്നവർ, മറ്റാരുടെയും സഹായമില്ലാതെ തങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ പഠിക്കുന്നവർ, സത്യം വിശ്വസിക്കൂ, അവർ സ്വന്തം ജീവിതത്തിന്റെ യഥാർത്ഥ രാജാക്കന്മാരായി മാറുന്നു. അത്തരക്കാരുടെ സന്തോഷമോ സങ്കടമോ പുറം ലോകത്തെ കാര്യങ്ങളെയോ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെയോ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അവർ അവരുടെ മനസ്സിന്റെയും വികാരങ്ങളുടെയും യഥാർത്ഥ ഉടമകളാണ്. അവർ സ്വന്തം ജീവിത തീരുമാനങ്ങൾ സ്വയം എടുക്കുകയും അവരുടെ സന്തോഷം സ്വയം കണ്ടെത്തുകയും ചെയ്യുന്നു. തങ്ങളിൽ തന്നെ ഇത്രയധികം വിശ്വാസം അർപ്പിക്കുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുന്നിൽ ഈ ലോകം മുഴുവൻ താനെ തലകുനിക്കുന്നു. കാരണം അവരുടെ ഉള്ളിലെ ശക്തിയും അവരുടെ മനസ്സിന്റെ സമാധാനവും അവർക്ക് സവിശേഷമായ ഒരു തിളക്കം നൽകുന്നു. ലോകം തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചോ ആരെങ്കിലും തങ്ങളെ സഹായിക്കുന്നതിനെക്കുറിച്ചോ അത്തരം ആളുകൾക്ക് ഒരു വേവലാതിയുമില്ല. ഈ ഒരു ശ്രദ്ധയില്ലായ്മയും സ്വയം പര്യാപ്തതയുമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ എങ്ങനെ പഠിക്കാമെന്നതിനെക്കുറിച്ച് നാം ഇന്ന് വളരെ വിശദമായും ആഴത്തിലും സംസാരിക്കും. ഇതിനർത്ഥം നാം ഏകാന്തതയുടെ ദുഃഖം സഹിക്കണമെന്നല്ല, മറിച്ച് നമ്മുടെ ഏകാന്തതയെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അതിൽ നമ്മെ തന്നെ കൂടുതൽ മികച്ചതാക്കുകയും വേണമെന്നാണ്. ഈ രീതിയിലൂടെ സ്വന്തമായി നിൽക്കാൻ എങ്ങനെ പഠിക്കാമെന്ന് നാം മനസ്സിലാക്കും. നമ്മുടെ വികാരങ്ങൾക്കും സമാധാനത്തിനും, അതെന്തിനാ നമ്മുടെ ദൈനംദിന ചെലവുകൾക്കും ആവശ്യങ്ങൾക്കും പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എങ്ങനെ കുറയ്ക്കാമെന്ന് നാം മനസ്സിലാക്കും. സുഹൃത്തുക്കളെ, നാം ഇന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ തന്നെ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ വളരെ ശക്തരാകും. ഈ ലോകം നിങ്ങളുടെ കാൽക്കൽ തലകുനിക്കാൻ തുടങ്ങും എന്നതാണ്.
ഇവിടെ ലോകം തലകുനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഹങ്കാരത്തോടെ ആളുകളോട് ആജ്ഞാപിക്കുമെന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ അതിശയകരമായ ആത്മവിശ്വാസവും നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള സമാധാനവും ചിന്തകളിലെ വ്യക്തതയും കണ്ട് ആളുകൾ നിങ്ങളെ സ്വയമേവ ബഹുമാനിക്കുകയും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുടെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ദുഃഖങ്ങളുടെ ഏറ്റവും വലിയ കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുന്നു എന്നതാണ്. നാം അങ്ങനെ ചെയ്യുമ്പോഴാണ് ലോകത്തിൽ നാം ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നതും. ഈ പ്രതീക്ഷകൾ പ്രത്യേകിച്ച് നിറവേറ്റാൻ കഴിയാത്തതോ തികച്ചും തെറ്റായതോ ആയ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ വിത്തുകൾ പാകാൻ മാത്രമേ ഉപകരിക്കൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധിയിലാവുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ ഓടിയെത്തുമെന്നും എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളെ പിന്തുണയ്ക്കുമെന്നും നിങ്ങൾ മനസ്സിലൊരു പ്രതീക്ഷ വളർത്തിയെടുത്തു എന്ന് കരുതുക. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ആ വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള സങ്കടമുണ്ടാകുന്നു. ആ സമയത്ത് ആരോ നിങ്ങളുടെ പുറകിൽ കത്തികുത്തിയതുപോലെയും നിങ്ങളെ വഞ്ചിച്ചതുപോലെയും നിങ്ങൾക്ക് തോന്നും. ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതായും നിസ്സഹായനായും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിന് നേരെ വിപരീതമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും അവൻ്റേതായ ചില പരിമിതികളുണ്ടെന്നും അവൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും മുൻഗണനകളും ഉണ്ടെന്നും നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിൽ അംഗീകരിക്കുകയും ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കുകയും ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? മോശം സമയത്ത് ആരും നിങ്ങളെ സഹായിക്കാൻ വന്നേക്കില്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഈ നിരാശ നേരിടാൻ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ഊർജവും സമയവും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായത്തിനായി കാത്തിരുന്ന് പാഴാക്കുന്നതിന് പകരം സ്വയം ശക്തനാകാൻ നിങ്ങൾ ആ ഊർജം മുഴുവൻ വിനിയോഗിക്കും. അപ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രശ്നത്തിന് മറ്റൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ ആ പ്രശ്നത്തോട് സ്വയം പോരാടാൻ നിങ്ങൾ തയ്യാറാകും. എൻ്റെ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ, ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്ത, ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ഈ ലോകത്തിലെ ആളുകളുടെ ജീവിതം നിങ്ങൾ അടുത്തു നിന്ന് നിരീക്ഷിച്ചാൽ അവരുടെ ജീവിതത്തിൽ വളരെ സാമ്യമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മഹാന്മാരെല്ലാം തങ്ങളുടെ ജീവിതയാത്രയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചതായി നിങ്ങൾ കാണും. ആരെങ്കിലും വന്ന് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ മറ്റൊരാൾ സഹായിക്കുമെന്നോ അവർ തങ്ങളുടെ വഴിയിൽ ഒരിക്കലും കാത്തിരുന്നിട്ടില്ല. അവർ മറ്റാരെയുമല്ല, സ്വയം തന്നെ അവരുടെ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും വലിയവനുമായ കൂട്ടുകാരനാക്കി. തങ്ങളുടെ കഴിവിലും കഠിനാധ്വാനത്തിലും അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും യഥാർത്ഥ വഴി സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണെന്ന് അവർ നന്നായി മനസ്സിലാക്കിയിരുന്നു. സ്വയം പര്യാപ്തത നേടുക അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നതിനർത്ഥം സ്വന്തം ചിലവുകൾ സ്വയം വഹിക്കുകയോ പണം സ്വയം സമ്പാദിക്കുകയോ ചെയ്യുക എന്നത് മാത്രമല്ല. അതിനർത്ഥം നിങ്ങളുടെ വികാരങ്ങൾക്കും സമാധാനത്തിനും നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്രയിക്കണം എന്നതുകൂടിയാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഉള്ളിൽ വളരെ ദുർബലരായി മാറുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ ശക്തി ഇല്ലാതാകുന്നു. ഓരോ പ്രശ്നത്തിനും നമ്മൾ മറ്റുള്ളവരിൽ പരിഹാരം തേടാൻ തുടങ്ങും. ആ ആളുകൾ നമ്മുടെ ചുറ്റുമില്ലാത്ത ദിവസമോ അല്ലെങ്കിൽ അവർ നമ്മെ സഹായിക്കാത്ത ദിവസമോ വരുമ്പോൾ നാം പൂർണ്ണമായും തകർന്നു പോകുന്നു. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായാലും, അത് നിങ്ങളുടെ വികാരങ്ങളാകട്ടെ, പണത്തിൻ്റെ ആവശ്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ ദൈനംദിന ജോലികളാകട്ടെ, ആ ആവശ്യങ്ങളെല്ലാം സ്വയം നിറവേറ്റാൻ പഠിക്കുക. പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാതെ വളരെ ചെറിയ ചുവടുവെപ്പുകളിലൂടെ ഇതാരംഭിക്കുക. നിങ്ങളുടെ ദൈനംദിന ചെറിയ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്തുന്നത് ഒരു ശീലമാക്കുക. നിങ്ങൾക്കെന്താണ് ശരിയെന്നും തെറ്റെന്നും സ്വയം തീരുമാനിക്കാൻ പഠിക്കുക. നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരിക്കും സന്തോഷത്തിനും വേണ്ടി ഒരിക്കലും മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ അർത്ഥത്തിൽ സ്വതന്ത്രനാകാൻ കഴിയൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ അനാവശ്യ ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകാൻ കഴിയൂ. നിങ്ങളെ തന്നെ നിങ്ങളുടെ ഏറ്റവും വിതച്ചതും യഥാർത്ഥവുമായ സുഹൃത്താക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോഴും വളരെ സ്വാഭാവികമായും സന്തോഷത്തോടെയും ഇരിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ, ഈ പുറം ലോകം നിങ്ങളെ സ്വാധീനിക്കുന്നത് വളരെ കുറയുന്നു. ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന അനാവശ്യ കാര്യങ്ങൾ, നിങ്ങളുടെ വാക്കുകളോടുള്ള അവരുടെ പ്രതികരണങ്ങൾ, ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും പോകുകയും ചെയ്യുന്നത്, ഇവയെല്ലാം നിങ്ങളെ ബാധിക്കുന്നത് പതുക്കെ ഇല്ലാതാകും. ആരെങ്കിലും നിങ്ങളെ പ്രശംസിച്ചാൽ നിങ്ങൾ അമിതമായി അഹങ്കരിക്കില്ല. ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ നിങ്ങൾ പരിഭ്രാന്തരാകുകയുമില്ല.
സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, മറ്റുള്ളവരുമായി വികാരങ്ങളിൽ മുഴുകി നിങ്ങൾ എത്രത്തോളം അടുക്കുന്നുവോ, ആളുകളുമായി എത്രത്തോളം അമിതമായ അടുപ്പവും സ്നേഹവും ഉണ്ടാക്കുന്നുവോ, അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദുഃഖത്തിലേക്കുള്ള വഴികൾ തുറക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓരോ അടുപ്പത്തിന് പിന്നിലും ഓരോ ബന്ധത്തിന് പിന്നിലും അറിയാതെയെങ്കിലും നമ്മൾ ചില പ്രതീക്ഷകൾ ഒളിച്ചു വെക്കുന്നുണ്ട്. പ്രതീക്ഷകൾ തകരുമ്പോൾ തീർച്ചയായും സങ്കടമുണ്ടാകുമെന്നത് ഈ ലോകത്തിൻ്റെ ഒരു നിയമമാണ്. ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും അവൻ്റേതായ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവൻ്റേതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അവൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, അവൻ്റേതായ സുഖദുഃഖങ്ങളിൽ അവൻ വളരെ തിരക്കിലാണ്. ഓരോ നിമിഷവും നിങ്ങളെ മാത്രം നോക്കാനോ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നിറവേറ്റാനോ മറ്റൊരു വ്യക്തിക്കും ഒരുപക്ഷെ ഇത്രയധികം അധിക സമയമോ ശക്തിയോ ഉണ്ടായിരിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കഠിനവും കൈപ്പേറിയതുമായി തോന്നിയേക്കാം. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ, ഇതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും യഥാർത്ഥവും വലുതുമായ സത്യം. തൻ്റെ ജീവിതപാതയിൽ ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യമുള്ളവൻ, തൻ്റെ ജീവിതത്തിലെ നല്ലതോ ചീത്തയോ ആയ തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ ശക്തിയുള്ളവൻ, തൻ്റെ മനസ്സ് ശാന്തമായിരിക്കാൻ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ആശ്രയിക്കാത്തവൻ, എന്നെ വിശ്വസിക്കൂ, ആ വ്യക്തിക്ക് ഈ ലോകത്ത് എന്തും ചെയ്യാൻ കഴിയും. അവൻ എന്തും ചെയ്യാനുള്ള അപാരമായ സാധ്യതകൾ ഉള്ളവനായിരിക്കും. കാരണം അവൻ്റെ ശക്തിയുടെ നിധി പുറം ലോകത്തിലല്ല, മറിച്ച് അവൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. നിങ്ങളെ തന്നെ ഉള്ളിൽ നിന്ന് ഇരുമ്പ് പോലെ ശക്തരാക്കാൻ, നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ആന്തരിക ശക്തികളെ ഉണർത്താൻ നിങ്ങൾ തീർച്ചയായും ഒറ്റയ്ക്ക് കുറച്ച് സമയം ചെലവഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഏകാന്തതയിൽ ജീവിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ ചുറ്റും ബഹളങ്ങളില്ലാത്ത, നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരുമില്ലാത്ത, സുഖമായി ഇരുന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ വിലപ്പെട്ട സമയമാണ് ഈ ഏകാന്തത. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങൾക്ക് വളരെ അടുത്തുനിന്ന് നിരീക്ഷിക്കാൻ കഴിയും. നിങ്ങളുടെ ബലഹീനതകളെയും ഭയങ്ങളെയും നേരിടാനും നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശക്തികളെ തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കും. ആരും നിങ്ങളുടെ കൂടെയില്ല എന്ന് തോന്നുമ്പോൾ, നിങ്ങളെ തികച്ചും ഒറ്റപ്പെട്ടതായി കാണുമ്പോൾ, അത് നിങ്ങളുടെ പോരായ്മയോ ബലഹീനതയോ ആയി ഒരിക്കലും കണക്കാക്കരുത്. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വലിയൊരു അവസരമായി അതിനെ കാണുക. നിങ്ങളെ തന്നെ മികച്ചതാക്കുന്നതിൽ മാത്രം മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ ദൈവം നൽകിയ വളരെ മനോഹരമായ ഒരു സമ്മാനമാണിതെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും സ്വയം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ അറിവുകളും കാര്യങ്ങളും പഠിക്കുന്നതിനും ഈ അമൂല്യ സമയം ഉപയോഗിക്കുക. നിങ്ങളുടെ ഉള്ളിൽ പുതിയ കഴിവുകൾ വളർത്തിയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുക. തുടർന്ന് ആ ലക്ഷ്യം നേടുന്നതിനായി നിങ്ങളുടെ പരമാവധി പരിശ്രമിക്കുക. തികച്ചും പുതിയതും നല്ലതുമായ ഒരു ചിന്തയോടെ ഈ ജീവിതം ജീവിക്കാൻ തുടങ്ങുക. കാര്യങ്ങളെ നോക്കിക്കാണുന്ന നിങ്ങളുടെ വീക്ഷണം മാറ്റുക. മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ നിർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷകൾ വെക്കണമെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് മാത്രം വെക്കുക. നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിലും കഴിവിലും പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കുക. എല്ലാറ്റിനുമുപരിയായി നിങ്ങളെ സൃഷ്ടിച്ച ആ ദൈവത്തിൽ വിശ്വസിക്കുക. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുള്ള സമയം വന്നാലും അതിനെ നേരിടാൻ നിങ്ങൾ പൂർണ്ണമായും തയ്യാറാണെന്ന് സ്വയം ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ നാളെയെ, നിങ്ങളുടെ ഭാവിയെ നിങ്ങളുടെ സ്വന്തം കൈകളാൽ തന്നെ നിർമ്മിക്കുക. നിങ്ങളുടെ ശാരീരിക ഊർജം, നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ എന്നിവ നിങ്ങൾക്കുള്ളിൽ നിന്ന് യഥാർത്ഥ സന്തോഷം നൽകുന്ന, നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന, ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന്, സ്വയം മെച്ചപ്പെടുത്തുക, ക്രിയാത്മകവും പുതിയതുമായ കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ ആവേശമുള്ള ആ ജോലി ചെയ്യുക. ഈ ലോകം മുഴുവൻ നിങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കുകയും എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഇവിടെ യാതൊന്നും അല്ലെങ്കിൽ ആരും എന്നേക്കുമായി നിങ്ങളുടേതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സ്വന്തം ആത്മാവും ആ മുകളിലുള്ള ദൈവവും മാത്രമേ എപ്പോഴും നിങ്ങളോടൊപ്പമുള്ളൂ. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് കേട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊരു മോശം കാര്യമല്ല, നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്ന ഒരു സത്യവുമല്ല. സത്യം പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ വ്യാജബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു സത്യമാണിത്. ഈ ലോകത്തിലെ ഓരോ ബന്ധവും, സുഖസൗകര്യങ്ങളുടെ ഓരോ വസ്തുവും, ഓരോ സാഹചര്യവും എപ്പോഴും ഒരുപോലെയല്ലെന്നും ഇന്നുള്ളത് നാളെ മാറുമെന്നും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഈ കാര്യം നിങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ വികാരങ്ങളെ നന്നായി നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കും. കാര്യങ്ങളോടും ആളുകളോടും സ്നേഹത്തോടെ ജീവിക്കാൻ നിങ്ങൾ പഠിക്കും. എന്നാൽ അവയുടെ നഷ്ടം നിങ്ങളെ തകർക്കുന്ന തരത്തിൽ അവരുമായി ഒരു ഒട്ടിപ്പിടിക്കൽ നിങ്ങൾക്കുണ്ടാകില്ല. ആളുകൾ നിങ്ങളോടൊപ്പമുള്ളപ്പോൾ അവരുടെ സാന്നിധ്യം നിങ്ങൾ പൂർണ്ണമായും ആസ്വദിക്കുന്നു. എന്നാൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നിങ്ങൾ ഉള്ളിൽ നിന്ന് തകർന്നു പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ തന്നെ പൂർണ്ണമായും ശക്തനാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സമാധാനവും സ്ഥിരതയും പുറം ലോകത്തെ ആളുകളെയോ പുറത്തു നടക്കുന്ന സംഭവങ്ങളെയോ ആശ്രയിക്കാതിരിക്കുമ്പോൾ, അപ്പോൾ ഈ ലോകത്തിലെ എത്ര വലിയ കാര്യത്തിനോ ഭയാനകമായ സംഭവത്തിനോ അല്ലെങ്കിൽ ശക്തനായ വ്യക്തിക്കോ നിങ്ങളെ ഉള്ളിൽ നിന്ന് ഇളക്കാൻ കഴിയില്ല. ഒരു വലിയ പർവ്വതമോ പാറയോ പോലെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയും സ്ഥിരതയോടെ ഇരിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ പഠിച്ചവനെ, തൻ്റെ ഉള്ളിലെ ശക്തിയുടെ പിൻബലത്തിൽ ജീവിക്കാൻ പഠിച്ചവനെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും വലിയ വെല്ലുവിളിക്കും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല.
ജീവിതയാത്രയിൽ ആ മനുഷ്യൻ ചിലപ്പോൾ വീണുപോയേക്കാം, അല്ലെങ്കിൽ തട്ടിത്തടഞ്ഞേക്കാം. പക്ഷേ അവൻ തോൽവി സമ്മതിക്കില്ല. അവൻ വീണ്ടും എഴുന്നേൽക്കും. കാരണം അവൻ നിൽക്കുന്ന അടിത്തറ വളരെ ശക്തമാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ജീവിതത്തിൻ്റെ വളരെ ആഴത്തിലുള്ളതും യഥാർത്ഥവുമായ ചില കാര്യങ്ങളോ നിയമങ്ങളോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. മറിച്ച് കാണുന്ന എല്ലാവർക്കും, അതായത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ നിങ്ങളുടെ ഏകാന്തതയെ, നിങ്ങളുടെ ഒറ്റപ്പെടലിനെ നിങ്ങളുടെ ബലഹീനതയായി കണക്കാക്കുന്നതിന് പകരം അതിനെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് ഇത് പഠിപ്പിക്കുന്നു. ഈ വീഡിയോ കേൾക്കുന്നതിലൂടെ നിങ്ങൾ സ്വയം പൂർണ്ണമായി വിശ്വസിക്കാൻ പഠിക്കും. നിങ്ങൾക്കറിയാത്ത നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തികളെ നിങ്ങൾ തിരിച്ചറിയും. ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ മറ്റുള്ളവരിൽ വെക്കുന്ന അനാവശ്യമായ പ്രതീക്ഷകളും പിന്നീട് ദുഃഖിക്കുന്നതും നിങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിക്കും. ഈ തിരിച്ചറിവ് നിങ്ങളുടെ വികാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ പൂർണ്ണമായും സ്വതന്ത്രരാക്കുകയും അതിരുകളില്ലാത്തത്ര ശക്തനാക്കുകയും ചെയ്യും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പവിത്രമായ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തവും ലളിതവുമായ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ദുഃഖങ്ങൾക്കും യഥാർത്ഥ കാരണം 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തേത് അജ്ഞാനം, അതായത് സത്യം അറിയാതിരിക്കുക അല്ലെങ്കിൽ അവിദ്യ. രണ്ടാമത്തേത് മോഹം, അതായത് കാര്യങ്ങളോടോ ആളുകളോടോ വളരെ അമിതമായതും അന്ധവുമായ അടുപ്പമുണ്ടായിരിക്കുക. ലോകത്തിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് അജ്ഞാനം എന്നതുകൊണ്ടിവിടെ അർത്ഥമാക്കുന്നത്. ഒരു നാൾ അവസാനിക്കാൻ പോകുന്നതും നശിച്ചു പോകുന്നതുമായ കാര്യങ്ങളെ നമ്മുടെ അജ്ഞാനം കാരണം നാം ശാശ്വതവും ഉറപ്പുള്ളതുമാണെന്ന് കരുതുന്നു. നശിക്കുന്നതും അവസാനിക്കുന്നതുമായ ആ കാര്യങ്ങളുമായി നാം നമ്മുടെ ഹൃദയത്തെ വളരെ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നുവെന്നും അവയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലെന്നുമാണ് മോഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വില കൂടിയ കാറുകളോ വലിയ വീടുകളോ ആകട്ടെ, മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധങ്ങളാകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ലഭിക്കുന്ന ഉന്നത പദവിയോ ബഹുമാനമോ ആകട്ടെ, ഈ ലോകത്തിൽ ലഭിക്കുന്ന ഈ താൽക്കാലികവും ശാശ്വതമല്ലാത്തതുമായ സുഖങ്ങളെ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകുമെന്ന് നാം കരുതുകയും ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോകരുതെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്. കാരണം ഈ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ലഭിച്ചതിന് ശേഷം നമ്മിൽ നിന്ന് തട്ടിയെടുക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വളരെ ആഴത്തിലുള്ള ദുഃഖമുണ്ടാകുന്നു. ജീവിതത്തിൽ വരുന്ന സുഖവും ദുഃഖവും ശൈത്യകാലവും വേനൽക്കാലവും പോലെയാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാലാവസ്ഥ ഒരിക്കലും ഒരുപോലെയല്ലെന്നും അത് മാറി മാറി വരുമെന്നുമുള്ളതുപോലെ സുഖദുഃഖങ്ങളുടെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അമിതമായി വിഷമിക്കാതെ നമ്മുടെ മനസ്സിനെ തികച്ചും ശാന്തവും തുല്യവുമായി നിലനിർത്തിക്കൊണ്ട് എല്ലാ സാഹചര്യങ്ങളെയും സഹിക്കാൻ നാം പഠിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ സാധാരണവും സ്വാഭാവികവുമായൊരു ഭാഗമായി നാം ഇതിനെ സന്തോഷത്തോടെ അംഗീകരിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് വളരെ നല്ല എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ലഭിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം നാം ആഗ്രഹിച്ചതുപോലെയാകുമ്പോഴോ ഈ സന്തോഷകരമായ സമയം എപ്പോഴും ഇങ്ങനെ തന്നെ തുടരണമെന്നും ഈ സുഖം ഒരിക്കലും അവസാനിക്കരുതെന്നുമുള്ള ഒരു അത്യാഗ്രഹം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നു. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ, ഈ ലോകത്തെ നയിക്കുന്ന ഏറ്റവും വലിയ നിയമം തന്നെ മാറ്റം എന്നതാണ്. ഈ ലോകത്തിലെ ഓരോ കാര്യവും, കടന്നു പോകുന്ന ഓരോ നിമിഷവും തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഖമായാലും ദുഃഖമായാലും രണ്ടും എന്നേക്കുമായി നിലനിൽക്കില്ല. അവ ആകാശത്ത് പറക്കുന്ന മേഘങ്ങൾ പോലെയാണ്. അത് വരുന്നു, പിന്നെ പറന്നു പോകുന്നു. എന്നാൽ മനുഷ്യരായ നാം നമ്മുടെ ബുദ്ധിശൂന്യതയും മോഹവും കാരണം ആ നിമിഷനേരത്തെ സുഖങ്ങളെ എക്കാലത്തേക്കും സത്യമാണെന്ന് കരുതി അവയുമായി വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നു. കാലത്തിൻ്റെ ചക്രം തിരിയുകയും ആ കാര്യങ്ങൾ മാറുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകുകയോ ചെയ്യുമ്പോൾ നാം പൊട്ടിക്കരയാനും ദുഃഖിക്കാനും തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കാൻ വളരെ ലളിതമായൊരു ഉദാഹരണമെടുക്കാം. ഒരാൾക്ക് വളരെ വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ എന്തെങ്കിലും ലഭിക്കുന്നു എന്ന് കരുതുക. അതായത് അയാൾ തിളങ്ങുന്ന പുതിയ കാർ വാങ്ങുകയോ അല്ലെങ്കിൽ വളരെ വില കൂടിയ പുതിയ ഫോൺ എടുക്കുകയോ ചെയ്യുന്നു. ആ വസ്തു തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ്റെ സന്തോഷത്തിന് അതിരുകളുണ്ടാകില്ല. അവൻ തൻ്റെ പുതിയ വസ്തുവിനെ വീണ്ടും വീണ്ടും നോക്കുന്നു, അതെപ്പോഴും വൃത്തിയാക്കുന്നു, സ്വന്തം ജീവനേക്കാൾ കൂടുതലായി അത് ശ്രദ്ധിക്കുന്നു. എന്നാൽ ചിന്തിക്കുക, ഏതെങ്കിലും ദിവസം നിർഭാഗ്യം കാരണം ആ വില കൂടിയ കാർ അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെടുകയോ പൊട്ടുകയോ അല്ലെങ്കിൽ കാലക്രമേണ പഴയതാകുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് വളരെ ഭയാനകമായ സങ്കടമുണ്ടാകും. വളരെ ശാന്തമായി ചിന്തിക്കേണ്ട കാര്യം ഇവിടെ എന്തെന്നാൽ ആ വ്യക്തിയുടെ കരച്ചിലിനും സങ്കടത്തിനും യഥാർത്ഥ കാരണം ആ കാറോ ഫോണോ അല്ല എന്നതാണ്. ജീവനില്ലാത്ത ഒരു വസ്തുവിന് എങ്ങനെ ഒരാൾക്ക് ദുഃഖം നൽകാൻ കഴിയും? ആ ദുഃഖത്തിൻ്റെ യഥാർത്ഥ കാരണം ആ വ്യക്തിക്ക് ആ പുതിയ വസ്തുവിനോടുള്ള അന്ധമായ അടുപ്പമാണ്, അവൻ്റെ ആ മോഹമാണ്. ആ വ്യക്തി ആ കാറിലോ ഫോണിലോ ഇത്രയധികം ഒട്ടിപ്പിടിച്ചിരുന്നില്ലെങ്കിൽ, അത് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപകരണം മാത്രമായി കണ്ടിരുന്നുവെങ്കിൽ, ആ വസ്തു നഷ്ടപ്പെടുമ്പോഴോ പൊട്ടുമ്പോഴോ അവൻ ഒരിക്കലും ഇത്രയും വലുതും ആഴത്തിലുള്ളതുമായ ദുഃഖമുണ്ടാകുമായിരുന്നില്ല. ലോകത്തിൽ കാര്യങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുവെന്ന് വളരെ എളുപ്പത്തിൽ അവൻ അംഗീകരിക്കുമായിരുന്നു.
നമ്മുടെ ബന്ധങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയോട് നമുക്ക് ഇത്രയധികം മോഹവും അടുപ്പവും ഉണ്ടാകുന്നു, അവരില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആ വ്യക്തി നമ്മിൽ നിന്ന് അകന്നു പോകുകയോ വേർപിരിയുന്നതിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരികയോ ചെയ്താൽ നാം വളരെ ഭയപ്പെടുന്നു. എന്നെ വിശ്വസിക്കൂ, ഈ അന്ധമായ മോഹവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നാണ്. വലിയ ഡീഡ്, സ്വന്തം ആഡംബരക്കാർ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം, അല്ലെങ്കിൽ മറ്റു നിക്ഷേപങ്ങൾ എന്നിവയോടുള്ള അമിതമായ അടുപ്പം കാരണം ഇവയിൽ ചെറിയൊരു കുറവുണ്ടാകുകയോ ഇവയെല്ലാം നഷ്ടപ്പെടുകയോ ചെയ്താൽ നമ്മുടെ ജീവിതം മുഴുവൻ ശൂന്യമായി നമുക്ക് തോന്നാൻ തുടങ്ങും. മാത്രമല്ല സുഹൃത്തുക്കളെ, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ചിന്തകളോടും വിശ്വാസങ്ങളോടും ചിന്താരീതിയോടും നമുക്ക് വളരെ ആഴത്തിലുള്ള മോഹമുണ്ടാകാം. മറ്റൊരു വ്യക്തി നമ്മുടെ വാക്ക് തെറ്റാണെന്ന് പറയുകയോ നമ്മുടെ ചിന്തകളെ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ നാം പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ നമ്മുടെ ഹൃദയത്തിന് വല്ലാതെ മുറിവേൽക്കുകയോ ചെയ്യുന്നു. നാം നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ തന്നെ ആ ചിന്തകളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് തികച്ചും തെറ്റാണ്. ജീവനുള്ള മനുഷ്യനായാലും ജീവനില്ലാത്ത വസ്തുവായാലും അല്ലെങ്കിൽ ഒരു ആശയമായാലും ലോകത്തിലെ ഏതൊരു കാര്യത്തോടും നമുക്ക് അമിതമായ മോഹമുണ്ടാകുമ്പോൾ ആ കാര്യം നമ്മിൽ നിന്ന് തട്ടിയെടുക്കപ്പെടുവോ എന്ന ഭയത്തിൻ്റെ നിഴലിൽ മാത്രമാണ് നാം നമ്മുടെ ജീവിതം മുഴുവൻ ജീവിക്കുന്നത്. ഈ നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കുകയും നമ്മെ ഉള്ളിൽ നിന്ന് വളരെ ഭയപ്പെടുത്തുന്നവരും അരക്ഷിതരുമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ മോഹവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരുമ്പോൾ, നാം ഭ്രാന്തന്മാരെ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ വസ്തുവോ വ്യക്തിയോ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ വളരെ ആഴത്തിലുള്ള ഞെട്ടലും ദുഃഖവും നിരാശയും നമ്മെ വലയം ചെയ്യുന്നു. നമ്മുടെ ശാഠ്യം കാരണം കാര്യങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ നാം വെറുതെ ശ്രമിക്കുമ്പോൾ നമ്മുടെ മോഹം നമ്മെ അതിന് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത്. നാം നിരന്തരം ഒരുതരം മാനസിക പിരിമുറുക്കത്തിലും ഓരോ നിമിഷവും ഉത്കണ്ഠയിലും മുങ്ങിപ്പോകുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ മിക്ക ദുഃഖങ്ങൾക്കും ഏറ്റവും യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ കാരണം ഇതുതന്നെയാണെന്ന് കാണാം. ഇന്ന് പലരും വിശ്വസിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം ചുറ്റുമുള്ള മോശം സാഹചര്യങ്ങളോ മറ്റുള്ളവരുടെ മോശം പെരുമാറ്റമോ അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം നിർഭാഗ്യമോ ആണെന്നാണ്. അയ്യോ, ആ വ്യക്തി എന്നെ വഞ്ചിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ദുഃഖിക്കുന്നത് എന്നവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ എനിക്ക് ആ നല്ല ജോലി ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ വളരെ അസ്വസ്ഥനാണ്. അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ പോലും പറയാറുണ്ട്, ഇന്ന് പുറത്ത് കാലാവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വിഷമമുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യം, നമ്മുടെ ദുഃഖങ്ങളുടെ യഥാർത്ഥ വേര് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഒരു ലോകത്തിലുമല്ല, മറിച്ച് ആ വേര് നമ്മുടെ സ്വന്തം ഉള്ളിൽ തന്നെയാണുള്ളത് എന്നതാണ്. അതിരുകളില്ലാത്ത നമ്മുടെ ആഗ്രഹങ്ങളും ലോകകാര്യങ്ങളോടുള്ള നമ്മുടെ അമിതമായ ഒട്ടിപ്പിടിക്കലും അന്ധമായ മോഹവുമാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. പുറത്ത് സംഭവിക്കുന്നതെന്തും കേവലം ഒരു ഒഴികഴിവ് മാത്രമാണ്. ആ ബാഹ്യസംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ മോഹത്തെയും അജ്ഞാനത്തെയും പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. കാര്യം ഹൃദയത്തിൻ്റെ ആഴങ്ങളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വികാരങ്ങളെക്കുറിച്ചാണ്. ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അത് യാതൊരു കാപട്യവുമില്ലാതെ തന്നെ നിലനിൽക്കും. അല്ലാത്ത പക്ഷം സ്നേഹം വെറുതെ പുറമേ കാണിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ വിവാഹമെന്ന പവിത്രമായ ബന്ധത്തിൽ 7 അടി നടന്ന് ഒന്നിച്ചതിന് ശേഷവും ഭാര്യയും ഭർത്താവും തമ്മിൽ യഥാർത്ഥ സ്നേഹമുണ്ടാകില്ല. പല വിവാഹങ്ങളും വെറുമൊരു ഒത്തുതീർപ്പായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ ഒരു മിടിപ്പോ മാധുര്യമോ അനുഭവപ്പെടുന്നില്ല. കാരണം ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും മോഹമുണ്ടാകാം, സ്വന്തം സ്വാർത്ഥത മറഞ്ഞിരിപ്പുണ്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തോടുള്ള ഭയവും സമ്മർദ്ദവും ഉണ്ടാകാം. എന്നാൽ അവിടെ ഹൃദയങ്ങളുടെ യഥാർത്ഥവും പവിത്രവുമായ ഒരു ബന്ധം ഒട്ടും തന്നെ ഉണ്ടാകില്ല. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സിൽ ഒരാളോട് മോശമായി പെരുമാറാനോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനോ ഉള്ള ചിന്ത വരുമ്പോൾ ആ ചിന്ത ഉടൻ തന്നെ നാളത്തേക്ക് മാറ്റിവെക്കുക എന്നത് എപ്പോഴും ഓർക്കുക. ഈ മോശം കാര്യം ഞാൻ നാളെ ചെയ്യാമെന്ന് ചിന്തിക്കുക. നാളെ രാവിലെയോടെ നിങ്ങളുടെ മനസ്സ് മാറിയേക്കാം. നിങ്ങളുടെ സ്വന്തം തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയും ആ പാപം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാനോ ദരിദ്രനോ ആവശ്യക്കാരനോ ആയ ഒരാളെ സഹായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യാനോ ഉള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ അതൊരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കരുത്. പകരം അതിന്നും ഇപ്പോൾ തന്നെയും പൂർത്തിയാക്കുക. കാരണം ഏതൊരു ശുഭകരവും നല്ലതുമായ കാര്യം ചെയ്യാൻ ഒരിക്കലും വൈകരുത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ ആ നല്ല കാര്യം ചെയ്യാനുള്ള അവസരം നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്നേക്കുമായി വഴുതിപ്പോയേക്കാം. മാറ്റത്തെ സന്തോഷത്തോടെ അംഗീകരിക്കുക. മാറ്റം എന്നത് മാത്രമാണ് ലോകത്തിലെയും ജീവിതത്തിലെയും മാറാത്ത ഒരേയൊരു നിയമമെന്ന് മനസ്സിൽ നന്നായി ഉറപ്പിക്കുക. ഇത് എല്ലാത്തരം ബുദ്ധിമുട്ടുകളിലും കഠിനമായ സാഹചര്യങ്ങളിലും നിങ്ങളെ ശാന്തമായിരിക്കാൻ സഹായിക്കുകയും സന്തോഷവാനായിരിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്ന ഒരു തിരിച്ചറിവാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ എതിർക്കുന്നതോ അവയോട് പോരാടുന്നതോ നിർത്തി നദിയിലെ വെള്ളം പോലെ ആ മാറ്റത്തോടൊപ്പം ശാന്തമായി ഒഴുകാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പകുതി ദുഃഖങ്ങളും അങ്ങനെ തന്നെ കുറയും. ഈ നമ്മുടെ ജീവിതം വളരെ വലുതും വളരെ നീണ്ടതുമായ ഒരു യാത്രയാണ്. ഇത്രയും നീണ്ട യാത്രയിൽ നിങ്ങൾ എല്ലാവരുടെയും വാക്കുകൾക്ക് മറുപടി പറയുകയോ ആളുകളുടെ ഓരോ ചെറിയ കമൻറ്റുകളോടും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരുടെയും വിമർശനങ്ങളും കുത്തുവാക്കുകളും കേട്ട് ഹൃദയം സങ്കടപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്നത് നിർത്തുക. നിങ്ങളുടെ വിലപ്പെട്ട ഊർജവും ശക്തിയും സംരക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ആ ശക്തി വിനിയോഗിക്കുക. ആളുകളുടെ അനാവശ്യ കാര്യങ്ങൾ കേൾക്കാതിരിക്കാനും അവയെ അവഗണിക്കാനും നടിക്കുക. ഈ സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ ശരിയായ സമയത്തിനായി നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങാൻ നമ്മൾ എന്തിനാണ് കലണ്ടറിൽ നല്ല മുഹൂർത്തം നോക്കുന്നതോ നമ്മുടെ നല്ല മൂഡ് വരാൻ കാത്തിരിക്കുന്നതോ? ഇപ്പോൾ കടന്നു പോകുന്ന സമയം, നിങ്ങൾ ഇപ്പോൾ ശ്വസിക്കുന്ന നിമിഷം, ഈ നിലവിലെ നിമിഷം തന്നെയാണ് നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ചതും ശരിയായതുമായ സമയമെന്ന് എപ്പോഴും ഓർക്കുക. ഈ ഒരു നിമിഷം ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക. എൻ്റെ സുഹൃത്തുക്കളെ, മോശക്കാരനായി അഭിനയിക്കുന്നതും യഥാർത്ഥത്തിൽ മോശം മനുഷ്യനാകുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ മനുഷ്യൻ്റെ മുന്നിൽ അത്തരം സാഹചര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ തന്നെയോ തൻ്റെ പ്രിയപ്പെട്ടവരെയോ സംരക്ഷിക്കാൻ അവൻ അല്പം കഠിനനാകേണ്ടി വരും. പുറമേ നിന്ന് നോക്കുമ്പോൾ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവൻ മോശവും കർക്കശനുമായി കാണപ്പെടേണ്ടി വരും. എന്നാൽ ഉള്ളിൽ അവന്റെ ഹൃദയം വളരെ ശുദ്ധവും നല്ലതുമായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ മോശക്കാരനായിരിക്കുക എന്നത് മനുഷ്യന്റെ സ്വഭാവത്തിലെ വളരെ വലിയൊരു പോരായ്മയും തെറ്റുമാണ്. ഒരു മോശം വ്യക്തിയുടെ ഉദ്ദേശം തന്നെ ഉള്ളിൽ നിന്ന് മോശവും ദുഷിച്ചതുമായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ വിശദീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും പ്രധാന വേര് നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത ആഗ്രഹങ്ങളാണ് എന്നാണ്. ലോകത്തിലെ ഏതെങ്കിലും വസ്തുവിനോടോ ഏതെങ്കിലും ജോലിയുടെ ഫലത്തോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ നാം നമ്മുടെ വികാരങ്ങളെ വളരെ ആഴത്തിൽ ബന്ധിപ്പിക്കുകയും അവയോട് അന്ധമായ മോഹം വെച്ച് പുലർത്തുകയും ചെയ്യുമ്പോൾ ആ കാര്യം നമുക്ക് കിട്ടാതിരിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ സഹിക്കാൻ കഴിയാത്ത ദുഃഖം നമുക്കുണ്ടാകും. ഉദാഹരണത്തിന്, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നും നമ്മുടെ ജോലിയിൽ പ്രമോഷൻ നേടാനുള്ള വളരെ തീവ്രമായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെന്നും കരുതുക. ആ പ്രമോഷൻ ലഭിക്കുന്നതിനായി നമ്മൾ രാവും പകലും വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ സമയം വരുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ ആ പ്രമോഷൻ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ വളരെ ദുഃഖിതരാകുകയും കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ നാം വളരെ ശാന്തമായും ആഴത്തിലും ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖം പ്രമോഷൻ കിട്ടാത്തതുകൊണ്ടല്ല, മറിച്ച് ആ പ്രമോഷൻ ലഭിക്കാനുള്ള നമ്മുടെ തീവ്രമായ ആഗ്രഹവും നാം മനസ്സിൽ കൊണ്ട് നടന്ന ആ മോഹവും കാരണമാണ്. നാം നമ്മുടെ ജോലി തികഞ്ഞ ആത്മാർത്ഥതയോടെ ചെയ്യുകയും അതിൻ്റെ ഫലം ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതെ, പ്രതിഫലം ലഭിക്കാത്തതിൽ ഒരുപക്ഷെ ചെറിയ നിരാശ തോന്നുമായിരുന്നു. എന്നാൽ നമ്മെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന അത്തരം ആഴത്തിലുള്ള ദുഃഖം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകുമ്പോൾ അത് മരണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകൾ കാരണം നമ്മുടെ ബന്ധം തകരുന്നതുകൊണ്ടോ ആകാം. ആ സമയത്ത് നാം അനുഭവിക്കുന്ന ദുഃഖം സഹിക്കാൻ കഴിയില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അസഹനീയമായ ദുഃഖം ആ പ്രിയപ്പെട്ട വ്യക്തി പോയി എന്ന ഒറ്റ കാരണം കൊണ്ടല്ല ഉണ്ടാകുന്നതെന്നതാണ്. മറിച്ച് ആ വ്യക്തിയെ എന്നേക്കുമായി നഷ്ടപ്പെടാൻ നാം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ദുഃഖം ഇത്ര ഭയാനകമാകുന്നത്. നമ്മൾ ആ വ്യക്തിയുമായി വളരെ ആഴത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സന്തോഷവും ആ വ്യക്തിയുടെ സാന്നിധ്യവുമായി നാം ബന്ധിപ്പിച്ചിരുന്നു. അതിനാൽ നമ്മുടെ ദുഃഖങ്ങളിൽ ഭൂരിഭാഗവും പുറം ലോകത്തിൽ നിന്നോ പുറത്തുള്ള ആളുകളിൽ നിന്നോ അല്ല വരുന്നതെന്നും മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ സ്വന്തം ചിന്തകളിൽ നിന്ന്, നമ്മുടെ സ്വന്തം പരിധിയില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്ന്, നാം തന്നെ വളർത്തിയെടുത്ത മോഹത്തിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഈ മോഹത്തിൻ്റെ ഏറ്റവും വലിയതും വ്യക്തവുമായ സ്വാധീനം എവിടെയെങ്കിലും കാണാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ പരസ്പര ബന്ധങ്ങളിലാണ്. ഒരു വ്യക്തിയോട് നമുക്ക് അമിതമായ മോഹമുണ്ടാകുമ്പോൾ ആ വ്യക്തി നമ്മുടെ സ്വന്തം കുട്ടിയോ ജീവിത പങ്കാളിയോ ജന്മം നൽകിയ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ വളരെ ഉറ്റ സുഹൃത്തുക്കളോ ആകട്ടെ, നാം അറിയാതെ തന്നെ ആ വ്യക്തിയെ നമ്മുടെ പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും അച്ചിലേക്ക് നിർബന്ധിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു. ആ വ്യക്തി നമുക്കിഷ്ടമുള്ളതുപോലെ പെരുമാറണമെന്നും നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെ ചിന്തിക്കണമെന്നും നമ്മുടെ അഭിപ്രായത്തിൽ ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ മാത്രം എടുക്കണമെന്നും നാം മനസ്സിൽ ആഗ്രഹിക്കുന്നു. ഉദാഹരണമായി നിങ്ങൾ നോക്കിയാൽ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളോട് അമിതമായ മോഹമുണ്ടാകാറുണ്ട്. അവർ തങ്ങളുടെ കുട്ടികളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വേവലാതിപ്പെടുന്നു. മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് വിഷമിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ ഈ സ്വാഭാവികമായ ഉത്കണ്ഠ അന്ധമായ ഒരു മോഹമായി മാറുമ്പോൾ തങ്ങളുടെ കുട്ടികൾ എപ്പോഴും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാത്രം നടക്കണമെന്ന് അവർ ആഗ്രഹിക്കാൻ തുടങ്ങും. കുട്ടികൾ എപ്പോഴും തങ്ങൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ കുട്ടി വലുതാകുകയും സ്വന്തം ജീവിത തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ ആഗ്രഹിക്കുകയും
സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടിയോട് മോഹമുള്ള മാതാപിതാക്കൾക്ക് വലിയ സങ്കടം തോന്നും. തങ്ങളുടെ കുട്ടി തങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെന്നോ, തങ്ങളെ അപമാനിക്കുകയാണെന്നോ, അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് വല്ലാതെ അകന്നു പോകുകയാണെന്നോ അവർക്ക് തോന്നാൻ തുടങ്ങും. ഈ അന്ധമായ മോഹമാണ് നമ്മുടെ മധുരമായ ബന്ധങ്ങളിൽ മാധുര്യത്തിനു പകരം വലിയ കയ്പും പിരിമുറുക്കവും നിറയ്ക്കുന്നത്. സത്യമെന്താണെന്നാൽ ഈ മോഹം സ്നേഹത്തിൻ്റെ കഴുത്ത് ഞെരിച്ച് അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, യഥാർത്ഥ സ്നേഹവും അന്ധമായ മോഹവും തമ്മിലുള്ള വളരെ നേർത്ത വ്യത്യാസം നാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥ സ്നേഹം തികച്ചും നിസ്വാർത്ഥമാണ്. അതിൽ സ്വന്തം അത്യാഗ്രഹമില്ല. സ്നേഹം എപ്പോഴും മറ്റൊരാളുടെ നന്മയും അവൻ്റെ സന്തോഷവും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ആ സന്തോഷം നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലൂടെയാണെങ്കിൽ പോലും. എന്നാൽ ഇതിന് നേരെ വിപരീതമായി മോഹം തികച്ചും സ്വാർത്ഥതയും അത്യാഗ്രഹവും നിറഞ്ഞതാണ്. മോഹം എപ്പോഴും മറ്റൊരാളെ തനിക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നു. സ്വന്തം സന്തോഷത്തിനായി അവനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സ്നേഹം മറ്റേയാൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. സ്വതന്ത്രമായ വായു ശ്വസിക്കാൻ അത് അനുവദിക്കുന്നു. അങ്ങനെ ആ വ്യക്തിക്ക് അവൻ്റേതായ രീതിയിൽ ജീവിതം നയിക്കാനും മുന്നോട്ടു പോകാനും കഴിയും. എന്നാൽ മോഹം എന്താണ് ചെയ്യുന്നത്? മോഹം മറ്റൊരാളെ ബന്ധനങ്ങളിലും ചങ്ങലകളിലും കുരുക്കിയിടുന്നു. മോഹം എപ്പോഴും മറ്റൊരാളെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്താൻ ശ്രമിക്കുകയും അവനെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നാം ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവൻ്റെ സന്തോഷം കണ്ട് നമ്മളും വളരെ സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിൽ നാം ഭാഗമാണെങ്കിലും അല്ലെങ്കിലും നമുക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ ഒരു വ്യക്തിയോട് നമുക്ക് മോഹമുണ്ടാകുമ്പോൾ അവൻ്റെ സന്തോഷത്തേക്കാൾ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ആ വ്യക്തിയുടെ മേലുള്ള നമ്മുടെ അവകാശങ്ങൾക്കും നാം പ്രാധാന്യം നൽകാൻ തുടങ്ങും. നമ്മുടെ എല്ലാ ബന്ധങ്ങളും വളരെ ആരോഗ്യകരവും ശക്തവും സന്തോഷം നിറഞ്ഞതുമായിരിക്കണമെന്ന് നാം ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം നാം ഉണർത്തുകയും ഈ മോഹത്തിൻ്റെ വൃത്തികെട്ട വലയിൽ നിന്ന് സ്വയം പുറത്തു വരികയും വേണം. യഥാർത്ഥ സ്നേഹമെന്നത് ആരുടെയെങ്കിലും മേൽ അവകാശം സ്ഥാപിക്കലല്ലെന്നും മറിച്ച് പൂർണ്ണമായും സ്വയം സമർപ്പിക്കുക എന്നതാണെന്നും നാം നന്നായി മനസ്സിലാക്കണം. ഇന്നത്തെ കാപട്യവും പണത്തിന് പിന്നാലെയുള്ള ഓട്ടവും നിറഞ്ഞ ലോകത്ത് ആളുകൾക്ക് എന്തിനോടെങ്കിലും ഏറ്റവും വലിയ മോഹമുണ്ടെങ്കിൽ അത് പണം, അധികാരം, പദവി, വ്യാജമായ പ്രതാപം, പ്രതിഷ്ഠ ഇവയിൽ നിന്നെല്ലാം ലഭിക്കുന്ന ശാരീരിക സുഖങ്ങളും സൗകര്യങ്ങളുമാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെയും ഏറ്റവും വലിയതുമായ ലക്ഷ്യം കൂടുതൽ സമ്പത്തും സ്വത്തും ശേഖരിക്കുക എന്നതാണെന്ന് കരുതുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് താൻ സമ്പാദിച്ച പണത്തോടും താൻ ഉണ്ടാക്കിയ സ്വത്തോടും അമിതമായ അടുപ്പമുണ്ടായാൽ ആ സ്വത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയം ആ വ്യക്തിയെ രാവും പകലും ഓരോ നിമിഷവും ഭയപ്പെടുത്തുകയും അലട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാൾക്ക് രാത്രിയിൽ സ്വന്തം കിടക്കയിൽ സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയില്ല. അവൻ തൻ്റെ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കുമ്പോൾ എല്ലായിടത്തും അപകടങ്ങൾ മാത്രമാണ് അവൻ കാണുന്നത്. അവൻ തൻ്റെ ഓരോ പുതിയ ചെലവും ചെയ്യുമ്പോൾ വളരെ വേവലാതിയും ഭയവും അനുഭവിക്കും. കൂടുതൽ പണം സമ്പാദിക്കാനുള്ള അന്ധമായ ഓട്ടത്തിൽ ഭ്രാന്തന്മാരെ പോലെ ഓടുന്ന ഇത്തരം ആളുകൾ പലപ്പോഴും ഈ ഓട്ടത്തിൽ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതും യഥാർത്ഥവുമായ ബന്ധങ്ങളെയും സ്വന്തം ആരോഗ്യത്തെയും മനസ്സിൻ്റെ സമാധാനത്തെയും ബലി കഴിക്കുകയും അവയെ എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സ്വന്തം കുടുംബത്തോടൊപ്പം ഇരിക്കാൻ അവർക്ക് 2 നിമിഷം പോലും കണ്ടെത്താൻ കഴിയില്ല. സ്വന്തം ശരീരവും ആരോഗ്യവും അവർ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. കൂടാതെ വലിയ പിരിമുറുക്കത്തിലും വിഷാദത്തിലുമാണ് അവർ ജീവിതം നയിക്കുന്നത്. എന്നാൽ ഒന്ന് ചിന്തിച്ചു പറയൂ, അതിരുകളില്ലാത്ത ഈ സമ്പത്ത് യഥാർത്ഥത്തിൽ അവർക്ക് എക്കാലത്തേക്കും യഥാർത്ഥ സന്തോഷം നൽകുമോ? ലോകത്തിന്റെ അനുഭവവും സത്യവും നമ്മോട് പറയുന്നത് ഒരു പരിധിയിലെത്തുമ്പോൾ ഈ പണം മനുഷ്യന്റെ സന്തോഷം ഒട്ടും വർദ്ധിപ്പിക്കുന്നില്ലെന്നും മറിച്ച് അത് അവന്റെ ജീവിതത്തിൽ ആശങ്കകളും പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം എളുപ്പമാക്കാനുള്ളൊരു ഉപകരണമായി മാത്രം ഈ പണവും സമ്പത്തും ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. പണത്തെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയതും അവസാനത്തേതുമായ ലക്ഷ്യമാക്കരുത്. ഇന്ന് നമുക്കുള്ളത് എന്ത് തന്നെയായാലും, അത് കുറച്ച് പണമാകട്ടെ, നല്ല ആരോഗ്യമാകട്ടെ, പ്രിയപ്പെട്ട ബന്ധങ്ങളാകട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല അവസരങ്ങളാകട്ടെ, നാം അവയെ വിലമതിക്കണം. നാം അവയ്ക്ക് ദൈവത്തോട് നന്ദി പറയുകയും കൃതജ്ഞതയുള്ളവരായിരിക്കുകയും വേണം. എന്നാൽ ആ കാര്യങ്ങളിൽ നാം നമ്മെ തന്നെ മറക്കുന്നത്ര നഷ്ടപ്പെടരുത്. അല്ലെങ്കിൽ അവ പോകുമ്പോൾ നാം തകരുന്ന വിധത്തിൽ അവയുമായി ഒട്ടിപ്പിടിക്കരുത്. ഈ സമ്പത്തോ വലിയ പദവിയോ സമൂഹത്തിൽ ലഭിക്കുന്ന വലിയ ബഹുമാനമോ എല്ലാം കുറച്ചു കാലത്തേക്കുള്ള അതിഥികൾ മാത്രമാണെന്നും താൽക്കാലികമാണെന്നും നാം വളരെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ, ഇതെല്ലാം ഇന്ന് നമുക്കുണ്ടെന്നും ഒരുപക്ഷെ നാളെ നമുക്കുണ്ടാകില്ലെന്നും നാം മനസ്സിലാക്കിയാൽ, ഇവയുമായി ബന്ധപ്പെട്ട അനാവശ്യ സങ്കടങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ സംതൃപ്തി അനുഭവിക്കാൻ കഴിയൂ. എങ്ങും പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മോഹമെന്ന അസുഖത്തിൽ നിന്ന് മനുഷ്യരായ നമുക്ക് എപ്പോഴെങ്കിലും പൂർണ്ണമായും സ്വതന്ത്രരാകാൻ കഴിയുമോ എന്ന വളരെ വലിയൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു. ഈ മോഹത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ ശരിക്കും കഴിയുമോ?
ഇതിൻ്റെ ഉത്തരം അതെ എന്നാണ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ഇതിന് കഠിനാധ്വാനം ആവശ്യമാണെന്നും എനിക്കറിയാം. എന്നാൽ ഇത് അസാധ്യമായ കാര്യമല്ല. ഈ മോഹത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ നാം പൂർണ്ണ ബോധത്തോടെ ചില ശ്രമങ്ങൾ നടത്തുകയും ചില പ്രത്യേക വഴികൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും വേണം. ഈ വഴിയിലെ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ചുവടുവെപ്പ് ഈ ലോകത്തിലെ കാര്യങ്ങൾ, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, എന്തിന് നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങൾ പോലും മാറുന്നവയാണെന്നും ഒരു ദിവസം അവസാനിക്കുന്നവയാണെന്നുള്ള നശ്വരമായവ സത്യം നാം അംഗീകരിക്കുക എന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും, ഈ ലോകത്തിൽ ഓരോ കാര്യവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും പോകുകയും ചെയ്യുന്നു. പണവും വരികയും പോകുകയും ചെയ്യുന്നു. ബന്ധങ്ങൾ ഉണ്ടാകുന്നു, പലപ്പോഴും തകരുകയും ചെയ്യുന്നു. ഈ സമയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരേപോലെ ഇരിക്കുന്ന ഒന്നും ഒരു കാര്യം പോലുമില്ല. ഒന്നും തന്നെ ശാശ്വതമല്ല. വളരെ കൈപ്പേറിയതായി തോന്നുന്ന എന്നാൽ ഏറ്റവും വലുതും പരമവുമായ ഈ സത്യം നാം പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാവോടെയും സ്വീകരിച്ചാൽ, എന്നെ വിശ്വസിക്കൂ, ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും ഒരു വ്യക്തിക്കും നമ്മെ കൂടുതൽ കാലം ദുഃഖിപ്പിക്കാനോ ശല്യപ്പെടുത്താനോ കഴിയില്ല. അതെ, ആ കാര്യങ്ങൾ മാറുമ്പോഴോ പ്രിയപ്പെട്ടവരകന്നു പോകുമ്പോഴോ നമുക്ക് കുറച്ച് ദുഃഖം തീർച്ചയായും ഉണ്ടാകും. കാരണം നമ്മൾ മനുഷ്യരാണ്. പക്ഷേ നമ്മൾ ഉള്ളിൽ നിന്ന് തകർന്നു പോകില്ല. മോഹത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മികച്ച മാർഗം നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മോഹത്തെ തിരിച്ചറിയാൻ പഠിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കാൻ ദിവസവും പരിശീലിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരു വ്യക്തിയോടോ ഒരു കാര്യത്തിനോടോ വളരെ ശക്തമായ അടുപ്പമോ ആകർഷണമോ നിങ്ങളുടെ മനസ്സിൽ അനുഭവപ്പെടുമ്പോഴെല്ലാം ഒരു നിമിഷം നിർത്തി സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ഇതെൻ്റെ യഥാർത്ഥ സ്നേഹമാണോ, അതോ ഇത് വെറും ഒരു മോഹമാണോ? ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ വസ്തുവിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവകാശപ്പെടുത്താനോ ഞാൻ ശ്രമിക്കുകയാണോ? ഈ കാര്യം എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ആത്മബോധം വരും. നിങ്ങൾ നിങ്ങളെ തന്നെ അറിയാൻ തുടങ്ങും. ത്യാഗത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള വഴി തുറക്കുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. നമ്മുടെ ഈ അന്ധമായ മോഹത്തെ ഉപേക്ഷിച്ചാൽ, കാര്യങ്ങളുടെയും ആളുകളുടെയും മേൽ നാം ഇറുക്കി പിടിച്ചിരിക്കുന്ന പിടി അല്പം അയച്ചാൽ, നമ്മുടെ ജീവിതം കൂടുതൽ ശാന്തവും സന്തോഷകരവും സമതുലിതവുമാകുമെന്നത് ഉറപ്പാണ്. ലോകത്തിലെ കാര്യങ്ങളെയോ ആളുകളെയോ നമ്മുടെ ചിന്തകളെയോ നാം നിർബന്ധിച്ച് മുറുകെ പിടിക്കുന്ന കാലത്തോളം, അവയെ മാറുന്നതിൽ നിന്ന് തടയാൻ നാം വൃഥാ ശ്രമിക്കുന്നിടത്തോളം നാം ദുഃഖിതർ മാത്രമായിരിക്കും. അതിനാൽ നദിയിലെ ഒഴുകുന്ന വെള്ളം പോലെ ഈ ജീവിതം സുഗമമായി ഒഴുകാൻ അനുവദിക്കുക. ജീവിതത്തിൽ വരുന്ന എന്തിനേയും അല്ലെങ്കിൽ എന്ത് നല്ല ചീത്ത സാഹചര്യത്തെയും നിർബന്ധിച്ച് തടയാനോ പിടിച്ചു നിർത്താനോ ശ്രമിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തു തന്നെയായാലും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നതിനെ പുഞ്ചിരിയോടെയും നന്ദിയോടെയും യാത്രയാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥവും ശാശ്വതവുമായ സന്തോഷം കണ്ടെത്തണമെങ്കിൽ, നിങ്ങളുടെ മനസ്സിനുള്ളിൽ യഥാർത്ഥ സമാധാനം കണ്ടെത്തണമെങ്കിൽ, നാം മോഹത്തിൻ്റെ ഈ ശക്തമായ ബന്ധനങ്ങൾ മുറിച്ചു മാറ്റണം. അവയിൽ നിന്ന് സ്വതന്ത്രരാകണം. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പവിത്രമായ ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ കാതൽ. ലോകത്തിലെ മഹാന്മാരായ എല്ലാ സന്യാസിമാരുടെയും സന്ദേശവും ഇതുതന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ തൻ്റെ പ്രിയ സുഹൃത്തായ അർജുനനോട് പറയുന്നു, അല്ലയോ അർജുന, ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതും ശക്തവുമായ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് സമയമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ വഴുതിപ്പോയാൽ, കഴിഞ്ഞുപോയാൽ, പിന്നീട് ഒരിക്കലും തിരികെ വരാത്ത ഒരു നിധിയാണ് സമയം. കടന്നുപോയ ഒരു നിമിഷം തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ, കോടിക്കണക്കിന് സ്വർണ്ണനാണയങ്ങളോ ലോകത്തിലെ മുഴുവൻ സമ്പത്തോ ചിലവാക്കിയാലും ആ കടന്നുപോയ ഒരു നിമിഷം നിങ്ങൾക്ക് തിരികെ വാങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ വളരെ അമൂല്യവും വിലപ്പെട്ടതുമായ ഈ സമയം നല്ല കാര്യങ്ങൾക്കായി ശരിയായി ഉപയോഗിച്ചാൽ, അനാവശ്യ കാര്യങ്ങൾക്കായി അത് പാഴാക്കാതിരുന്നാൽ, ഈ സമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മുറിവുകളും പതുക്കെ പൂർണ്ണമായി ഉണക്കും. ആ മുറിവുകൾ നിങ്ങളുടെ ശരീരത്തിലോ തലച്ചോറിലോ വികാരങ്ങളിലോ ഏറ്റതായാലും സമയം എല്ലാം ശരിയാക്കും. ലോകത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായ മരുന്ന് സമയമാണ്. ഈ സമയം നിങ്ങൾ വളരെ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയവും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് നേടിത്തരും. നിങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യത്തിൽ ഇത് നിങ്ങളെ തീർച്ചയായും എത്തിക്കും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലും മറന്നുകൊണ്ടുപോലും സ്വപ്നത്തിൽ പോലും നിങ്ങളുടെ സമയം ദുരുപയോഗം ചെയ്യരുത്. അനാവശ്യമായി അത് പാഴാക്കരുത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. സമയത്തെ ശരിക്കും വിലമതിക്കുന്നവൻ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നവൻ, തൻ്റെ പ്രധാനപ്പെട്ട ജോലികളൊന്നും ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കില്ല. ഈ നാളെ എന്നത് മങ്ങിയ ഒരു സാധ്യത മാത്രമാണെന്നും അത് വരുമോ ഇല്ലയോ എന്ന ഒരു ഉറപ്പുമില്ലെന്നും ആ വ്യക്തിക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്നത്തെ ഈ ദിവസം വളരെ വ്യക്തവും ഉറപ്പുള്ളതുമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പൂർവികരും സന്യാസിമാരും വളരെ പ്രശസ്തവും യഥാർത്ഥവുമായ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ടുണ്ട്. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക. ഒരു നിമിഷത്തിനുള്ളിൽ പ്രളയം വന്നേക്കാം, പിന്നെ നിങ്ങളതെപ്പോൾ ചെയ്യും?
നാളെ ചെയ്യാൻ മാറ്റിവെച്ച ജോലി നാളേക്കായി കാത്തുനിൽക്കാതെ ഇന്നു തന്നെ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ വളരെ ലളിതവും വ്യക്തവുമായ അർത്ഥം. ഇന്ന് പകൽ ചെയ്യാൻ വിചാരിച്ച ജോലി ഇപ്പോൾ തന്നെ ചെയ്യുക. കാരണം അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്നോ, ലോകത്ത് പ്രളയം വരുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം നിലയ്ക്കുമെന്നോ ആർക്കും അറിയില്ല. ജീവനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴാണ് ആ ജോലി ചെയ്യുക? സമയം ഒരിക്കലും നല്ലതോ ചീത്തയോ അല്ല. സമയം ഒരു നദി പോലെയാണ്. അത് സ്ഥിരമായ വേഗതയിൽ തുടർച്ചയായി ഒഴുകുന്നു. തികച്ചും നിഷ്പക്ഷമാണ്. അത് നല്ലതോ അല്ലെങ്കിൽ ചീത്തയോ ആക്കുന്നത് നിങ്ങളും ഞാനും ചേർന്നാണ്. നമ്മുടെ സ്വന്തം കർമ്മങ്ങളും ചിന്താരീതിയും കാഴ്ചപ്പാടും തന്നെയാണ് സമയത്തെ നല്ലതെന്നോ ചീത്തയെന്നോ തെളിയിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സമയം നാം ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ സമയം നമുക്ക് നല്ല സമയമായി മാറുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ സമയം അനാവശ്യ കാര്യങ്ങളിൽ പാഴാക്കുകയോ മോശവും തെറ്റായതുമായ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ദിവസം മുഴുവൻ മടിയോടെ ഇരിക്കുകയോ ചെയ്താൽ അതേ സമയം നമുക്ക് മോശം സമയമായി മാറും. അതിനാൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നത് പൂർണ്ണമായും നിങ്ങൾ നിങ്ങളുടെ സമയം ശരിയായി ഉപയോഗിച്ചിട്ടുണ്ടോ അതോ അത് പാഴാക്കിയിട്ടുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ലോകത്തിലെ വിജയശ്രീലാളിതനായ ഏതു മനുഷ്യൻ്റെ കഥയും എടുത്തു വായിച്ചാലും അവൻ്റെ ജീവിതത്താളുകളിൽ സമയം ശരിയായി ഉപയോഗിച്ചതിനെക്കുറിച്ചുള്ള പാഠം നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ കഴിയും. എന്തെങ്കിലും ചെയ്യാൻ ശരിയായ സമയം കടന്നു പോകുമ്പോഴോ വളരെ നല്ലൊരു അവസരം കൈവിട്ടു പോകുമ്പോഴോ ആളുകൾ പലപ്പോഴും ഇരുന്നു പശ്ചാത്തപിക്കുകയും വളരെ സങ്കടത്തോടെ പറയുകയും ചെയ്യും, കഷ്ടം, ആ സമയത്ത് ഞാൻ ആ ജോലി ചെയ്തിരുന്നെങ്കിൽ. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു കാര്യം നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. നിങ്ങൾ കടന്നുപോയ സമയത്തെ ഓർത്തിരുന്നു കരയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ അതേ നിമിഷം തന്നെ ഇന്നത്തെ നിങ്ങളുടെ വിലപ്പെട്ട സമയം തുടർച്ചയായി മണൽ പോലെ കൈകളിൽ നിന്ന് ചോർന്നു പോവുകയാണെന്നതാണ് സത്യം. പശ്ചാത്തപിക്കാൻ നിങ്ങൾ ചിലവഴിക്കുന്ന ആ സമയവും പൂർണ്ണമായും പാഴാകുകയല്ലേ? ഇത്തരം സാഹചര്യങ്ങളിൽ കഴിഞ്ഞുപോയ നാളെയോർത്ത് കരയുന്നതിനോ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ച് വളരെയധികം ചിന്തിച്ച് ഭയപ്പെടുന്നതിനോ പകരം നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും നാം പാഴാക്കരുത്. ഇന്നത്തെ നമ്മുടെ ഈ സമയത്തെ, ഈ നിലവിലെ സമയത്തെ ഏറ്റവും മികച്ച രീതിയിൽ നാം ഉപയോഗിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ കടമകൾ തികഞ്ഞ സത്യസന്ധതയോടെ നിർവഹിക്കുകയും വേണം. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് എത്ര നല്ല മനുഷ്യനാണെങ്കിലും, നിങ്ങൾക്ക് എത്ര നല്ല ഗുണങ്ങളും സംസ്കാരവും ഉണ്ടെങ്കിലും, നിങ്ങൾ തുടർച്ചയായി മോശക്കാരും തെറ്റുകാരുമായ ആളുകളോടൊപ്പം ഇരിക്കുകയും അവരുടെ കൂട്ടുകെട്ടിൽ സമയം ചിലവഴിക്കാനും തുടങ്ങിയാൽ ഓർക്കുക, അവസാനം നിങ്ങളുടെയും അവസ്ഥ ആ മോശം ആളുകളുടേതുപോലെ തന്നെ ദയനീയമാകും. ഈ കൂട്ടുകെട്ടിൻ്റെ സ്വാധീനം വളരെ ആഴത്തിലുള്ളതാണ്. പലപ്പോഴും അത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പോലും കഴിയില്ല. മഹാഭാരതത്തിൽ നിന്നുള്ള വളരെ വലിയൊരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. ഭീഷ്മ പിതാമഹൻ എത്ര വലിയ പോരാളിയായിരുന്നുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം എപ്പോഴും സത്യം സംസാരിച്ചു, സത്യസന്ധനായിരുന്നു, ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം പാലിച്ചു, വളരെ വലിയൊരു ധർമ്മിഷ്ഠനായി അദ്ദേഹം കണക്കാക്കപ്പെട്ടു. എന്നാൽ കുരുക്ഷേത്രത്തിലെ ആ ഭയാനകമായ യുദ്ധം നടന്നപ്പോൾ അദ്ദേഹം അധർമ്മത്തിൻ്റെ പക്ഷത്ത്, അതായത് ആ മോശം കൗരവരോടൊപ്പം പോയി നിന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഹസ്തിനപുലത്തിൻ്റെ സിംഹാസനം സംരക്ഷിക്കാനുള്ള തൻ്റെ പഴയ പ്രതിജ്ഞയാൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഗുരു ദ്രോണാചാര്യരെ നോക്കുക. അദ്ദേഹം വളരെ വലിയൊരു പരമജ്ഞാനിയായ ബ്രാഹ്മണനായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുവായിരുന്നു. എന്നാൽ അദ്ദേഹവും ആ യുദ്ധത്തിൽ അധർമ്മത്തെയാണ് പിന്തുണച്ചത്, കൗരവർക്ക് വേണ്ടിയാണ് പോരാടിയത്. കാരണം അദ്ദേഹം കൗരവരുടെ അന്നം കഴിച്ചിരുന്നു, അവരോട് കടപ്പെട്ടിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. അവസാനം ഈ മഹാന്മാർക്കും ഏതൊരു പാപിക്കും അധർമ്മിക്കും ഉണ്ടാകുന്ന അതേ മോശം അവസ്ഥയാണ് ഉണ്ടായത്. ആ മഹാമത്സരത്തിൽ അവർക്ക് വളരെ അപമാനകരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു. അവരുടെ മരണസമയം വന്നപ്പോൾ വലിയ ശാരീരികവും മാനസികവുമായ വേദന അവർക്ക് സഹിക്കേണ്ടി വന്നു. ഭീഷ്മ പിതാമഹൻ അമ്പുകളുടെ കിടക്കയിൽ കിടന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകൾക്കും വലിയ അറിവിനും ദുഷിച്ച കൂട്ടുകെട്ട് കാരണവും മോശം ആളുകളെ പിന്തുണച്ചത് കാരണവും അനുഭവിക്കേണ്ടി വന്ന ആ ദയനീയ അവസ്ഥയിൽ നിന്നും വേദനയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ജീവിതത്തിൽ എപ്പോഴും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും നെഗറ്റീവായ ആളുകളോടൊപ്പമുള്ള സഹവാസത്തിൽ നിന്നും നിങ്ങളെ തന്നെ അകറ്റി നിർത്തുക. കാരണം ചിലപ്പോൾ നിങ്ങൾ ആ മോശം ആളുകളോടൊപ്പം നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ സ്വയം ഒരു പാപവും തെറ്റായ കാര്യവും ചെയ്തിട്ടുണ്ടാകില്ല. എങ്കിലും അവരോടൊപ്പം നിന്നതുകൊണ്ട് മാത്രം അവരുടെ ദുഷ്പ്രവർത്തികളുടെ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾ തലയിൽ കൈവച്ച് ചിന്തിക്കും, അയ്യോ ദൈവമേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ആരെയും ഉപദ്രവിച്ചില്ലല്ലോ, ഞാൻ അവരോടൊപ്പം ജീവിച്ചു ഇരുന്നു, പിന്നെ എനിക്കെന്തിനാണ് ഇത്ര വലിയ ദുഃഖവും വേദനയും ലഭിച്ചത്? എപ്പോഴും ഓർക്കുക, നെഗറ്റീവായി ചിന്തിക്കുന്ന മോശം ആളുകളുടെ സഹവാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും യഥാർത്ഥ സന്തോഷമോ മനസ്സമാധാനമോ പുരോഗതിയോ കൊണ്ടുവരില്ല. ഇത്തരം ആളുകൾ ചിതൽ പോലെയാണ്. അവർ നിങ്ങളുടെ നല്ല ഊർജ്ജമെല്ലാം ഊറ്റിയെടുക്കും, നിങ്ങളുടെ വ്യക്തമായ ചിന്തകളെ മലിനമാക്കും, നിങ്ങളെ പതനസിൻ്റെ വഴിയിലേക്ക് നയിക്കും. അതിനാൽ നല്ലതും ശുദ്ധമായ സ്വഭാവമുള്ളവരും പോസിറ്റീവായി ചിന്തിക്കുന്നവരും അറിവുള്ളവരുമായ ആളുകളോടൊപ്പം എപ്പോഴും ഇരിക്കുക. നല്ല കൂട്ടുകെട്ടും നല്ല മനുഷ്യരുടെ സഹവാസവും ജീവിതത്തിൽ എപ്പോഴും നല്ലത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അവർ നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരികയും നിങ്ങളുടെ ജീവിതം വളരെ മനോഹരവും മികച്ചതുമാക്കുകയും ചെയ്യും.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരിക്കലും മറന്നുപോലും നിങ്ങളെ മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്യരുത്. ലോകത്തിൽ ദുഃഖിതനായിരിക്കുന്നതിനും മനസ്സിൽ അസംതൃപ്തി ഉണ്ടാകുന്നതിനും ഇതൊരു വലിയ കാരണമാണ്. നിങ്ങളെപ്പോഴെങ്കിലും പഴങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ പഴത്തിനും അതിൻ്റേതായ പ്രത്യേക രുചിയുണ്ട്. മാങ്ങയുടെ മധുരം ആപ്പിളിൻ്റെ രുചിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. വാഴപ്പഴത്തിൻ്റെ സ്വന്തം രുചി ഓറഞ്ചിൻ്റെ പുളിപ്പിലും മധുരത്തിലും നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. മാങ്ങയും ആപ്പിളും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. എല്ലാവർക്കും അവരുടേതായ സവിശേഷതകളും അവരുടേതായ പ്രത്യേകതകളുമുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും അവൻ്റേതായ രീതിയിൽ വളരെ സവിശേഷവും അദ്വിതീയവുമാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ വ്യത്യസ്ത ശക്തികളും കഴിവുകളുമുണ്ട്. അവർക്ക് അവരുടേതായ വ്യത്യസ്ത സാഹചര്യങ്ങളും ജീവിതത്തിലെ അവരുടേതായ വ്യത്യസ്ത യാത്രയുമുണ്ട്. മറ്റൊരു വ്യക്തിയുടെ വലിയ വിജയമോ അവൻ്റെ വില കൂടിയ സ്വത്തോ കണ്ട് മനസ്സിൽ അസൂയ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവനുമായി സ്വയം ചെറുതോ താഴ്ന്നതോ ആണെന്ന് കരുതുന്നത് തികച്ചും അനാവശ്യവും ബേക്കാറുമാണ്. നിങ്ങളുടെ സ്വന്തം പുരോഗതിയിൽ, നിങ്ങളുടെ സ്വന്തം മുന്നേറ്റത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ നല്ല ഗുണങ്ങൾ കൂടുതൽ വികസിപ്പിക്കുന്നതിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. നിങ്ങളുടേതായ അദ്വിതീയവും സവിശേഷവുമായ യാത്രയെ പൂർണ്ണ ഹൃദയത്തോടെ ബഹുമാനിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഉള്ളിൽ നിന്ന് ശക്തമാക്കുക. അതിനെ എത്രത്തോളം പഠിപ്പിക്കുകയും അച്ചടക്കമുള്ളതാക്കുകയും ചെയ്യുകയെന്നാൽ, പുറത്ത് ആരെങ്കിലും നിങ്ങളോട് എങ്ങനെ പെരുമാറിയാലും, അവർ നിങ്ങളോട് എത്ര കൈപ്പേറിയ വാക്കുകൾ പറഞ്ഞാലും, നിങ്ങളോട് എത്ര തെറ്റായോ അനുചിതമായോ പെരുമാറിയാലും, അല്ലെങ്കിൽ നിങ്ങളോട് എത്ര ദേഷ്യപ്പെട്ടാലും, അവരുടെ ഒരു വാക്കും നിങ്ങളുടെ ആന്തരിക സമാധാനത്തെ തകർക്കാൻ പാടില്ല. ഇത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. ഇതിനായി നിങ്ങൾ ദിവസവും നിരന്തരം പരിശീലിക്കുകയും നിങ്ങളെക്കുറിച്ച് സ്വയം ബോധവാന്മാരാകുകയും വേണം. മറ്റുള്ളവർ എന്തു പെരുമാറ്റം കാണിച്ചാലും അത് വാസ്തവത്തിൽ അവരുടെ സ്വന്തം ധാരണയുടെയും അവരുടെ സ്വന്തം സംസ്കാരത്തിൻ്റെയും അക്കാലത്തെ അവരുടെ മാനസികാവസ്ഥയുടെയും കണ്ണാടി മാത്രമാണെന്ന് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ മോശം പെരുമാറ്റത്തിന് നിങ്ങളുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. പുറത്ത് നടക്കുന്ന സംഭവങ്ങളെയും ആളുകളുടെ അനാവശ്യ വാക്കുകളെയും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുന്നത് നിങ്ങൾ നിർത്തുമ്പോൾ, അത് വ്യക്തിപരമായി എടുക്കുന്നത് നിർത്തുമ്പോൾ, നിങ്ങളുടെ സ്വന്തം മനസ്സ് സ്വാഭാവികമായും യാന്ത്രികമായും ശാന്തമായിരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വികാരങ്ങളെ സ്ഥിരമായി നിലനിർത്തുന്ന നിങ്ങളുടെ മൂഡിൻ്റെ റിമോട്ട് കൺട്രോൾ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. ആർക്കും വന്ന് നിങ്ങളെ സങ്കടപ്പെടുത്താൻ അനുവദിക്കരുത്. ആ താക്കോൽ നിങ്ങളുടെ സ്വന്തം ഉള്ളിൽ, നിങ്ങളുടെ വിവേകത്തിൻ്റെയും ധാരണയുടെയും പൂട്ടിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക. ജീവിതത്തിൻ്റെ മറ്റൊരു പേരാണ് മുന്നോട്ട് പോകുക എന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും തുടർച്ചയായി മുന്നോട്ട് പോകുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോയാലും ശരി, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായാലും തികച്ചും പ്രതികൂലമായാലും നിങ്ങൾ നിൽക്കരുത്. ഒരിടത്ത് നിൽക്കുകയോ നിശ്ചലമാകുകയോ ചെയ്യുന്നത് മരണത്തിൻ്റെ ലക്ഷണമാണ്. അതേസമയം നിരന്തരം മുന്നോട്ട് നീങ്ങുന്നത് യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നല്ലതും സന്തോഷകരവുമായ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങളുടെ പഴയ ദിവസങ്ങളെ, നിങ്ങളുടെ കഴിഞ്ഞ കാല വേദനകളെയും ദുഃഖങ്ങളെയും ഒരിക്കലും മറക്കരുത്. അവ ഓർമ്മിക്കുക. അങ്ങനെ ചെയ്യുന്നത് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവയെ സഹിക്കാൻ നിങ്ങൾക്ക് വലിയ ശക്തി നൽകും. ഇന്നത്തെ സന്തോഷത്തിന് നിങ്ങൾ ദൈവത്തോട് കൂടുതൽ നന്ദി പറയുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ വളരെ മോശവും ദുഃഖകരവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ചുറ്റും ഇരുട്ടാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ആ പഴയ നല്ലതും സന്തോഷകരവുമായ നിമിഷങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾ ഒരിക്കൽ അനുഭവിച്ച ആ സന്തോഷങ്ങൾ മനസ്സിൽ അനുഭവിക്കുക. ഇത് നിങ്ങൾക്ക് പ്രത്യാശയുടെ പുതിയൊരു കിരണം നൽകും. ആ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നിലനിൽക്കാത്തതുപോലെ ഈ ദുഃഖത്തിൻ്റെ മലയും എപ്പോഴും നിലനിൽക്കില്ലെന്നും അതും കടന്നു പോകുമെന്നും ആ സുവർണ നിമിഷങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ലഭിക്കും. ജീവിതത്തിൽ ചിന്തകളുടെ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ലോകത്തിൽ ആരെങ്കിലും, അത് ഏത് മേഖലയിലുള്ള ആളായാലും, ഓർമ്മിക്കത്തക്ക വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അവർ ഒറ്റ രാത്രി കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചവരല്ല, മറിച്ച് ആദ്യം തങ്ങളുടെ ഉള്ളിലെയും പുറത്തെയും സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയവരാണ്. യാതൊരു വലിയ വിജയവും ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചോ അബദ്ധത്തിലോ ലഭിക്കില്ല. വലിയ വിജയമെന്നത് പൂർണ്ണ ബോധത്തോടെയുള്ള നിരന്തരമായ പരിശ്രമങ്ങളുടെയും മുൻകൂർ തയ്യാറെടുപ്പുകളുടെയും സ്വയം മെച്ചപ്പെടുത്തുന്നതിൻ്റെയും മധുരഫലം മാത്രമാണ്. ഇവിടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതിനർത്ഥം പുറത്തുള്ള കാര്യങ്ങളെയോ വീടുകളെയോ മാറ്റുക എന്നല്ല. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കഴിവുകൾ സ്വായത്തമാക്കുക, നിങ്ങളുടെ ഉള്ളിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക, ചിന്തകൾ എപ്പോഴും പോസിറ്റീവും നല്ലതുമാക്കുക, മോശം ശീലങ്ങൾ ഉപേക്ഷിച്ച് അച്ചടക്കമുള്ളവരാകുക, ഏറ്റവും പ്രധാനമായി ശക്തമായൊരു സ്വഭാവം വളർത്തിയെടുക്കുക എന്നാണിതിൻ്റെ യഥാർത്ഥ അർത്ഥം. നിങ്ങൾ നിങ്ങളെ തന്നെ ഉള്ളിൽ നിന്ന് മികച്ചവരും കഴിവുള്ളവരുമാക്കുമ്പോൾ പുറത്തുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ യാന്ത്രികമായി നിങ്ങൾക്ക് അനുകൂലമാകാൻ തുടങ്ങും. അല്ലെങ്കിൽ ആ മോശം സാഹചര്യങ്ങളെ നേരിടാൻ നിങ്ങൾ മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തരും പ്രാപ്തരുമാകും. ഇനി ഞാൻ ഈ സമൂഹത്തിൻ്റെ വളരെ വിചിത്രവും എന്നാൽ 100% ശരിയായതുമായ ഒരു കാര്യം പറയാം. ഈ ലോകത്തിൽ നിങ്ങൾ വളരെ നല്ലവനായി, പശുവിനെ പോലെ തികച്ചും ശുദ്ധനായി, എപ്പോഴും എല്ലാ നിയമങ്ങളും നിശബ്ദമായി പാലിക്കുന്നവനായി നിന്നാൽ ഈ ലോകം നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നതാണ് കാര്യം.
ആളുകൾ പലപ്പോഴും നിങ്ങളുടെ വഴിയിൽ വന്ന് ഇടപെടുകയും ഓരോ ചുവടിലും അനാവശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങൾ വളരെ മൃദുല ഹൃദയനാണെന്നും അവർക്ക് മറുപടി നൽകില്ലെന്നും പ്രതികരിക്കില്ലെന്നും അവർ ഭയപ്പെടുത്തിയാൽ ഭയന്ന് നിങ്ങൾ പിന്മാറുമെന്നും അല്ലെങ്കിൽ വീഴുമെന്നും അവരുടെ ഉപബോധ മനസ്സിന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഈ ലോകം നിങ്ങളുടെ ആ നന്മയെയും നിങ്ങളുടെ മാന്യതയെയുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി കണക്കാക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു തവണ അല്പം സ്ട്രോങ് ആവുക. മോശക്കാരനാവുക എന്നാൽ ഇവിടെ ഗുണ്ടയാവുക എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് അല്പം ഉറച്ചു നിൽക്കുകയും തങ്ങളുടെ നിലപാടുകളിൽ വ്യക്തതയുള്ളവരുമാവുക എന്നതാണ്. നിങ്ങളുടെ തത്വങ്ങളിലും ആശയങ്ങളിലും തികഞ്ഞ ധൈര്യത്തോടെ ഉറച്ചു നിന്നു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അനീതി നേരിടേണ്ടി വന്നാൽ അതിനെ പരസ്യമായി എതിർത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, ആ ആളുകൾ നിങ്ങളുടെ വഴിയിൽ വരാനോ നിങ്ങളുമായി പ്രശ്നമുണ്ടാക്കാനോ സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല. കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങളോട് പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾ അവരുടെ കാലൊടിക്കുമെന്ന ഭയം ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടാകും. അതായത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നവരിൽ ഒരാളല്ലെന്നും സ്വയം പ്രതിരോധിക്കാൻ നിങ്ങൾക്കറിയാമെന്നും നിങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാണെന്നും അവർക്ക് മനസ്സിലാകും. നല്ലവരായ ആളുകളോടും മോശക്കാരായ ആളുകളോടും ഈ സമൂഹം എങ്ങനെ പെരുമാറുന്നു എന്നതിൽ പലപ്പോഴും ഇത്രയും വലിയൊരു വ്യത്യാസം കാണാം. നല്ല ആളുകൾക്ക് എത്ര നന്മകൾ ഉണ്ടായിരുന്നാലും പലപ്പോഴും ആളുകൾ അവർക്കെതിരെ നിൽക്കുന്നു, അവരുടെ പുറകിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു, അവരുടെ ഓരോ പ്രവൃത്തിയെയും എതിർക്കുന്നു. 1000 തിന്മകളുള്ള യഥാർത്ഥ മോശക്കാരുടെ കൂടെ ഭയം കൊണ്ടോ അവരുടെ സ്വാധീനം കൊണ്ടോ ഈ ലോകം മുഴുവൻ കൈകെട്ടി നിൽക്കുന്നതും പലപ്പോഴും കാണാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് ഈ സമൂഹത്തിൻ്റെ വളരെ വലിയൊരു കാപട്യവും ഇരട്ടത്താപ്പുമാണ്. നിങ്ങളുടെ നന്മയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുന്നതിനും നിങ്ങളുടെ ബലഹീനതയായി മാറാതിരിക്കാൻ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യഥാർത്ഥ സൗഹൃദം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യഥാർത്ഥ സൗഹൃദത്തിൻ്റെ വളരെ മനോഹരവും ഹൃദയസ്പർശിയുമായൊരു നിർവചനം ഒരു ചെറിയ കഥയിൽ മറിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ഒരാൾ വളരെ സങ്കടത്തിലായിരുന്നു. അവൻ തൻ്റെ മുറിയുടെ വാതിലിൽ ഒരു പേപ്പർ ഒട്ടിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു: ഇന്ന് ഞാൻ വളരെ സങ്കടത്തിലാണ്, ആരും എൻ്റെ അടുത്തേക്ക് വരരുത്. അതുവഴി കടന്നുപോകുന്ന എല്ലാവരും ആ പേപ്പർ വായിക്കുകയും നിശബ്ദമായി തിരികെ പോകുകയും ചെയ്തു. എന്നാൽ അവൻ്റെ യഥാർത്ഥ സുഹൃത്തും ആ പേപ്പർ കണ്ടു. പക്ഷേ അവൻ നേരെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന തൻ്റെ സുഹൃത്തിനോട് അവൻ പറഞ്ഞു: എന്നോട് ക്ഷമിക്കണം എൻ്റെ സുഹൃത്തെ, നീ പുറത്ത് എഴുതിയതെനിക്ക് വായിക്കാൻ അറിയില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, യഥാർത്ഥ സുഹൃത്ത് ഇങ്ങനെയാണ്. യഥാർത്ഥ സുഹൃത്ത് എന്നാൽ നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളുടെ പറയാത്ത വേദന മനസ്സിലാക്കുന്നവനാണ്. നിങ്ങൾ സങ്കടപ്പെട്ട് നിങ്ങളുടെ ചുറ്റും മതിലുകൾ കെട്ടുമ്പോൾ ആ യഥാർത്ഥ സുഹൃത്ത് ആ മതിലുകൾ ചാടിക്കടന്ന് നിങ്ങളുടെ അടുത്തെത്തും. നിങ്ങളുടെ നിശബ്ദതയിൽ മറഞ്ഞിരിക്കുന്ന നിലവിളി കേൾക്കാൻ അവന് കഴിയും. നിങ്ങൾക്ക് മോശം സമയം വരുമ്പോൾ, ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോൾ യാതൊരു നിബന്ധനയുമില്ലാതെ അവൻ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കും. നിങ്ങൾ അവനോട് ദേഷ്യത്തിലോ സങ്കടത്തിലോ അകന്നു നിൽക്കാൻ പറഞ്ഞാലും അവൻ നിങ്ങളെ വിട്ടുപോകില്ല. അതിനാൽ ജീവിതത്തിൽ കുറച്ച് ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാക്കാവൂ. 100 സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിനു പകരം 2 സുഹൃത്തുക്കളെ മാത്രം ഉണ്ടാക്കുക. ബന്ധങ്ങളുടെ എണ്ണത്തിലോ അളവിലോ ശ്രദ്ധിക്കരുത്, മറിച്ച് അവയുടെ ഗുണനിലവാരത്തിലും അവ എത്രത്തോളം യഥാർത്ഥമാണെന്നതിലും ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങളുണ്ടാക്കുന്ന ബന്ധങ്ങളെല്ലാം പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും ജീവിത അവസാനം വരെ നിലനിർത്തുക. കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾ പലപ്പോഴും പുറം ലോകത്തെ തങ്ങളുടെ നന്മ കാണിക്കാൻ വേണ്ടിയോ കൂടുതൽ ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിലോ പുതിയതും കാണാൻ നല്ലതുമായ ബന്ധങ്ങൾ തേടുന്നതിനിടയിലോ തങ്ങളുടെ പഴയതും യഥാർത്ഥവും വളരെ നല്ലതുമായ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ തങ്ങളുടേതായ എല്ലാ പ്രതിസന്ധികളിലും എപ്പോഴും പിന്തുണച്ച ആളുകളെ അവർ നഷ്ടപ്പെടുത്തുന്നു. പ്രകടനങ്ങളുടെയും ഉപരിപ്ലവമായ കാര്യങ്ങളുടെയും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ ആഴം കാത്തുസൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യവും പ്രധാനവുമാണ്. ജീവിതത്തിലെ വളരെ കൈപ്പേറിയ മറ്റൊരു സത്യമെന്തെന്നാൽ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ തുടങ്ങുമ്പോൾ, വിജയത്തിൻ്റെ പടവുകൾ കയറാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും അവൻ്റെ ചുറ്റുമുള്ള ആളുകളും അവൻ്റെ ചില സ്വന്തം ബന്ധുക്കൾ പോലും അവനെ കണ്ട് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നില്ല എന്നതാണ്. മറിച്ച് ആ ആളുകൾ മനസ്സിൽ അവനോട് അസൂയപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അവർ നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്തെ പുഞ്ചിരി തികച്ചും വ്യാജമായിരിക്കാം. അവർ നിങ്ങളെ പുകഴ്ത്തുന്നത് തികച്ചും പൊള്ളയായതും അർത്ഥമില്ലാത്തതുമായിരിക്കാം. ആളുകളുടെ ഈ അസൂയയും വ്യാജചിരിയും തിരിച്ചറിയാൻ നിങ്ങൾ പഠിക്കണം. അതെ, ഇത് കണ്ട് നിങ്ങൾ പതരരുത്, സങ്കടപ്പെടരുത്, നിങ്ങളുടെ വഴി മാറ്റുകയും അരുത്. മറ്റുള്ളവരുടെ ഈ ദേഷ്യവും അസൂയയുമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവെന്നും നിങ്ങൾ ശരിയായ പാതയിലാണെന്നതിൻ്റെ തെളിവ് ഇതാണെന്നും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലും നിങ്ങളുടെ യാത്രയിലും മാത്രം കണ്ണുകൾ ഉറപ്പിച്ചു നിർത്തുക. എൻ്റെ സുഹൃത്തുക്കളെ, എപ്പോഴും നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക. സ്വാതന്ത്ര്യത്തോടെ ശ്വസിക്കുക. ഈ ജീവിതം മറ്റൊരാളുടെ നിബന്ധനകളിലല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക.
ജീവിതത്തിൻ്റെ ഓരോ ചുവടിലും അയ്യോ എനിക്ക് ഇത്രയും പ്രായമായി, ഈ ലോകം എന്തു പറയും, നാട്ടുകാർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എന്നെ വിശ്വസിക്കൂ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇതെല്ലാം ചിന്തിച്ച് മാത്രമേ നിങ്ങൾ തീർക്കൂ. നിങ്ങൾക്കൊരിക്കലും യഥാർത്ഥ അർത്ഥത്തിൽ ജീവിക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം ഒട്ടും കേൾക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കേണ്ടത് ആവശ്യമായി വന്നേക്കാം. എന്നാൽ ആ അഭിപ്രായത്തെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവർ ആകാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദത്തെ, നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയുടെ ശബ്ദത്തെ തിരിച്ചറിയുകയും ഭയമില്ലാതെ ആ വഴിയിലൂടെ നടക്കുകയും ചെയ്യുക. ഈ ലോകം എന്ന വിപണിയിൽ നുണകൾ പലപ്പോഴും വളരെ എളുപ്പത്തിലും വേഗത്തിലും വിറ്റുപോകുന്നു. ആളുകൾ വളരെ സൗകര്യപ്രദമായും എളുപ്പത്തിലും നുണകളെ സത്യമായി അംഗീകരിക്കുന്നു. കാരണം സത്യം വാങ്ങാൻ, അതായത് ആ കൈപ്പേറിയ സത്യം കേൾക്കാൻ, അത് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാൻ, ധൈര്യത്തോടെ നേരിടാൻ ആവശ്യമായ ധൈര്യവും കഴിവും ഈ ലോകത്തിൽ എല്ലാവർക്കുമില്ല. സത്യം എപ്പോഴും വളരെ കൈപ്പേറിയതാണ്. അത് നിങ്ങളെ അസ്വസ്ഥമാക്കുകയും നിങ്ങളുടെ മുന്നിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചെയ്യും. സത്യം ദഹിപ്പിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. സത്യത്തിന് സംസാരിക്കാൻ യാതൊരു മര്യാദയുമില്ലെന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. സത്യം വളരെ വ്യക്തമാണ്. യാതൊരു മറവുമില്ലാതെ, യാതൊരു അലങ്കാരവുമില്ലാതെ അത് അതേപടി മുന്നിൽ വന്ന് നിൽക്കുന്നു. കേൾക്കുന്നവൻ്റെ നെഞ്ചിൽ കൂർത്ത അമ്പുപോലെ തറച്ചാലും സത്യം അങ്ങനെ തന്നെയാണ്. എന്നാൽ മറുവശത്ത് ആ നുണയൊന്ന് നോക്കൂ. അതെത്ര മധുരമായാണ് സംസാരിക്കുന്നത്. എത്ര മധുരമുള്ള സിറപ്പിൽ പൊതിഞ്ഞാണ് അത് നിങ്ങളുടെ മുന്നിൽ വിളമ്പുന്നത്. നമ്മുടെ കാതുകൾക്ക് അത് കേൾക്കാൻ എത്ര സുഖകരമാണ്. ആ നുണ മനുഷ്യനെ ആകർഷിക്കുന്നു. സ്വന്തം മോഹവലയത്തിൽ അവനെ ബന്ധിക്കുന്നു. പക്ഷേ അവസാനം ആ നുണ മനുഷ്യന് വളരെ വലിയൊരു വഞ്ചന മാത്രമാണ് നൽകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താലും അപാരമായ കൃപയാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കോണും, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ ആഴത്തിലുള്ള ശാന്തിയാലും മനസ്സമാധാനത്താലും യഥാർത്ഥ സന്തോഷത്താലും പൂർണ്ണമായി നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എന്നേക്കുമായി അകലുകയും നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഭഗവാനോടുള്ള യഥാർത്ഥ ഭക്തിയാലും എല്ലാവരോടുമുള്ള സ്നേഹത്താലും സമൃദ്ധിയാലും സമ്പൂർണ്ണമാകുകയും ചെയ്യട്ടെ. വളരെ വിജ്ഞാനപ്രദമായ ഇന്നത്തെ ഈ വീഡിയോ, ഈ ചർച്ച നാം ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ തികച്ചും പുതിയൊരും വളരെ അത്ഭുതകരവുമായ ചില ചിന്തകളുമായും പ്രചോദനാത്മകമായ സന്ദേശങ്ങളുമായും നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ നന്നായി നോക്കുക. എപ്പോഴും പോസിറ്റീവായിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം നന്ദി. രാധേ രാധേ. ജയ് ശ്രീകൃഷ്ണ.